ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്ക് മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 22 ശനിയാഴ്ച ദിവസം. സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ ഇന്ന് മിക്കവാറും അവധിയാണെന്ന് തോന്നുന്നു. നല്ല മഴയാണ്. അപ്പോൾ ഒരു തണുത്ത ഒരു പ്രഭാതമാണ് എല്ലാവർക്കും എന്നറിയാം. എന്താണെങ്കിലും ഒരുപാട് വാർത്തകളുടെ ചൂടിലേക്ക് നമ്മൾ കടക്കുകയാണ്. വാർത്തകൾ അത് നിരവധിയായി എത്തുന്നു. ഒരുപാട് വാർത്തകൾ നമുക്ക് ഇന്ന് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ കടക്കുകയാണ് നേരെ മോർണിംഗ് വൈബ്സിലേക്ക്. നമ്മൾ തമിഴ്നാട്ടിലെ ആ കള്ളക്കുറിച്ചിയിലുണ്ടായ മദ്യദുരന്തം, വ്യാജമദ്യ ദുരന്തം, അത് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അതിൽ മരണം 54 ഉയർന്നു എന്നുള്ളതാണ്. 135 പേർ ചികിത്സയിലാണ്. DMK സർക്കാരിനെതിരെ ഇന്ന് BJP സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധ ധർണ നടത്തും എന്നുള്ള വിവരവും വരുന്നുണ്ട്. സജയ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജയൻ, വലിയ പ്രതിഷേധം ഉയരുകയാണ്. ഇതിനിടയിൽ മരണവും ഉയരുന്നുണ്ടല്ലോ. എത്ര പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്? അതിൽ ഗുരുതരാവസ്ഥയിലുള്ള ആളുകൾ എത്ര? തീർച്ചയായും എൽദോ, തമിഴ്നാട് കള്ളക്കുറിച്ചി കരുണാപുരത്തെ വിഷമദ്യ ദുരന്തം ഇപ്പോഴും നാട്ടിനെ നടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മരണസംഖ്യ ദിവസങ്ങൾ ചെല്ലുന്തോറും ഉയരുകയാണ്. ഇപ്പോൾ 54 പേർ മരണപ്പെട്ടു എന്നാണ് കിട്ടിയ വിവരം. 131 പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഈ സാഹചര്യത്തിലാണ് DMK സർക്കാരിനെതിരെ ഇന്ന് പല ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP സംസ്ഥാന തലത്തിൽ പ്രതിഷേധ ധർണ നടത്തുന്നു. അതായത് ഓരോ ജില്ലകളിലും ജില്ലാ കളക്ടറുടെ ഓഫീസിന് മുന്നിലാണ് BJPയുടെ ഇന്നത്തെ ധർണ. സ്റ്റാലിൻ സർക്കാർ വ്യാജമദ്യ ലോബികൾക്കെതിരെ നടപടിയെടുക്കാൻ വൈകുന്നു. ഇതുപോലെ പല ആവശ്യം അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ CBI അന്വേഷണം, ഈ വിഷയത്തിൽ CBI അന്വേഷണം നടത്തണമെന്ന പല ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJPയുടെ ധർണ. വിഷമദ്യ ദുരന്തത്തിൽ പ്രതികളായി ഇതുവരെ 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാന പ്രതിയായ 100-ലധികം വിഷമദ്യ കേസുകളുമായി ബന്ധമുള്ള ചിന്നത്തുരയാണ് ഇന്നലെ കടലൂരിൽ നിന്ന് അറസ്റ്റിലായത്. ഒപ്പം ഇയാളോടൊപ്പം 7 പേര്, മൊത്തത്തിൽ 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനിടെ തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി മദ്യ ദുരന്തത്തിൽ സർക്കാർ ഇതിനെതിരെ മദ്രാസ് ഹൈക്കോടതി രൂക്ഷ വിമർശനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. മനുഷ്യരുടെ ഈ മരണം നിസ്സാരമായി സർക്കാർ കാണരുതെന്നും ജീവന്റെ പ്രശ്നമാണെന്നും ഹൈക്കോടതി പറഞ്ഞു. നേരത്തെ സമാനമായ സംഭവങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടായതായും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ വന്നിട്ടുണ്ടെന്നും ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട AIADMK മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയാണ് ഹൈക്കോടതിയുടെ ഈ രൂക്ഷ വിമർശനം. അതേപോലെ തന്നെ തിങ്കളാഴ്ച മറ്റന്നാൾ AIADMK സംസ്ഥാന തലത്തിൽ സമരം, DMK സർക്കാരിനെതിരെ സമരം നടത്തുന്നുണ്ട്. 25-ാം തീയതി DMDK എന്ന രാഷ്ട്രീയ പാർട്ടിയും സർക്കാരിനെതിരെ സമരം നടത്തുന്നുണ്ട്. ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ക്രമാതീതമായി ഒരു മരണസംഖ്യയും ഉയരുന്നത്. 131 പേർ പുതുച്ചേരി, സേലം പോലുള്ള വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതിൽ 25ഓളം പേരുടെ നില ഗുരുതരം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എൽദോ, ഓക്കെ, അതിൽ 25ഓളം പേരുടെ ആരോഗ്യനില ഗുരുതരം എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. മരണസംഖ്യ ഇനിയും ഉയരുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ എന്നല്ല, ഒരു രാജ്യത്തെ ആകമാനം ഞെട്ടിച്ചു ആ വ്യാജ മദ്യ ദുരന്തം. അതിൻ്റെ മരണസംഖ്യ ഇപ്പോഴും ഉയരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സജയ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് തമിഴ്നാട്ടിൽ നിന്ന്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, ഈ ദിവസങ്ങളായി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഈ ചോദ്യപേപ്പർ ചോർച്ചയാണ്. പരീക്ഷകൾ അത് എങ്ങനെ വിശ്വാസ്യതയോടുകൂടി നടത്താൻ കഴിയുമെന്നുള്ളതിൽ വലിയ ആശങ്ക വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നു. വിദ്യാർത്ഥികളുടെ പല പരീക്ഷകൾ റദ്ദാക്കപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം നിലനിൽക്കെ ഈ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കർശന നിയമം കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ. സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെ 5 വർഷം വരെ തടവും 1 കോടി രൂപ പിഴയും ഈടാക്കും. പുതിയ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാകേഷ് ആയിരുന്നു വിവരങ്ങളുമായി. രാകേഷ്, ഈ നിയമം കർശനമാക്കുന്നു. പഴയ ശിക്ഷാ വ്യവസ്ഥയിൽ നിന്ന് എത്രമാത്രം കടുപ്പിച്ചിട്ടുണ്ട്? എന്താണ് വ്യത്യാസം? എൽദോ, പരീക്ഷകളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടമാണ്. പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷ, ഒപ്പം തന്നെ നെറ്റിൻ്റെ ഒക്കെ തന്നെ പരീക്ഷകൾ മാറ്റിവെക്കുന്നു, ക്രമക്കേടുകൾ നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏതായാലും നിയമം വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഈ നിയമം നേരത്തെ പാസ്സായതാണ്. അതായത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തന്നെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്.
പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് 2024. പക്ഷേ ഇത് വിജ്ഞാപനം ചെയ്തത് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നിയമം ഏതായാലും വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇത് പ്രകാരം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നവർക്ക് 3 മുതൽ 5 വർഷം വരെ ശിക്ഷ ലഭിക്കും എന്നാണ് ഈ വിജ്ഞാപനത്തിൽ പറയുന്നത്. അതായത് തട്ടിപ്പിൽ പങ്കാളികളായവർക്ക് 3 മുതൽ 5 വർഷം വരെ ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് സംഘടിത കുറ്റകൃത്യമാണെങ്കിൽ ശിക്ഷയുടെ കാലാവധി കൂടും. അതായത് 5 വർഷം വരെ ശിക്ഷ ലഭിക്കാം, 5 വർഷം മുതൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാം. ഒപ്പം തന്നെ 1 കോടി രൂപ പിഴയും ഇവരിൽ നിന്ന് ഈടാക്കുമെന്നാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത്. ഒപ്പം തന്നെ സ്ഥാപനങ്ങൾ ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അതായത് ഈ സ്ഥാപനങ്ങൾ കണ്ടുകെട്ടും. ഒപ്പം തന്നെ ഈ പരീക്ഷാ ചെലവായ തുക അത് ഈ സ്ഥാപനത്തിൽ നിന്ന് ഈടാക്കും എന്നുകൂടി പറയുന്നുണ്ട്. ജാമ്യമില്ല കുറ്റമായിരിക്കും ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമായവർക്കെതിരെ ചുമത്തുക എന്നാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഡെപ്യൂട്ടി സൂപ്രണ്ടിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കും ഇതിന്റെ അന്വേഷണ ചുമതല. ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിന് ഈ അന്വേഷണം ഏത് ഏജൻസിക്ക് വേണമെങ്കിൽ കൈമാറാൻ അധികാരമുണ്ടായിരിക്കും എന്നുകൂടി വ്യവസ്ഥ ചെയ്യുന്നു. ഏതായാലും നേരത്തെ ഉണ്ടായിരുന്ന നിയമങ്ങളിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതാണ് നിയമം. പ്രത്യേകിച്ച് നിലവിലെ പശ്ചാത്തലത്തിൽ രാജ്യത്താകമാനം വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ, വിദ്യാഭ്യാസ മന്ത്രി തന്നെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി നടക്കുന്നു. മിനിഞ്ഞാന്ന് മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടന്നു. ഇന്നലെ രാജ്യവ്യാപകമായ പല കേന്ദ്രങ്ങളിലും പ്രതിഷേധമുണ്ടായി. BJP ആസ്ഥാനത്തേക്കൊക്കെ തന്നെ മാർച്ച് നടക്കുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഏതായാലും ഈ നിയമം കേന്ദ്ര സർക്കാർ കർക്കശമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ഘട്ടത്തിലാണ് ഈ നിയമം പാസ്സാക്കിയിരുന്നെങ്കിൽ പോലും അത് വിജ്ഞാപനം ചെയ്തിരുന്നില്ല. ഏതായാലും ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അത് വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എൽദോ രാകേഷ്, ഒപ്പം തന്നെ ഈ CSIR നെറ്റ് പരീക്ഷ മാറ്റിവെക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ചോദ്യപേപ്പർ ചോർന്നു എന്ന സൂചന കിട്ടിയതിന്റെ സാഹചര്യത്തിലാണല്ലോ പരീക്ഷ മാറ്റിവെക്കൽ. അതിന്റെ വിശദാംശങ്ങൾ കൂടി. എൽദോ 48 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ നെറ്റ് പരീക്ഷ റദ്ദാക്കിയിട്ട്. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ CSIR നെറ്റ് പരീക്ഷ കൂടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം സാങ്കേതിക കാരണം എന്ന വിശദീകരണമാണ് കേന്ദ്ര സർക്കാർ ഏതായാലും ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയം ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നെങ്കിൽ പോലും അങ്ങനെയല്ല എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നു. അതായത് ചോദ്യപേപ്പർ ചോർന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നടപടി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ ചില വാട്സപ്പിലടക്കം ചില സന്ദേശങ്ങൾ പ്രചരിച്ചിരുന്നു. അതായത് ഈ ചോദ്യപേപ്പർ ചോർന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പല രീതിയിൽ പ്രചരിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇന്നലെ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, ഒപ്പം തന്നെ UGC ചെയർമാൻ ജഗദീഷ് കുമാർ, ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ തുടങ്ങിയവരൊക്കെ തന്നെ പങ്കെടുത്തിരുന്നു. ഇതിന് ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന വിശദീകരണമാണ് ലഭിക്കുന്നത്. ഈ പരീക്ഷ നടക്കേണ്ടിയിരുന്നത് ഈ അടുത്ത ആഴ്ചയാണ്. അതായത് 25 മുതൽ 27 വരെ തീയതികളിലായാണ് ഈ പരീക്ഷ നടക്കേണ്ടിയിരുന്നത്. 2 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതുകയും ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഈ ചോദ്യപേപ്പർ ചോർന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം കടക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പരീക്ഷയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതായാലും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ചോദ്യപേപ്പർ ചോർന്നു എന്നൊരു വിശദീകരണം അല്ലെങ്കിൽ ഔദ്യോഗികമായ അത്തരം പ്രതികരണം ഒന്നും തന്നെ സർക്കാരോ വിദ്യാഭ്യാസ വകുപ്പോ നടത്തിയിട്ടില്ല. പകരം ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഈ പരീക്ഷ ഈ ഘട്ടത്തിൽ മാറ്റുന്നു. NTA പുതിയ തീയതി അറിയിക്കുമെന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ ഏതായാലും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സ്വാഭാവികമായും CSR പരീക്ഷ ചോദ്യപേപ്പർ കൂടി ചോരുന്ന ഈ ഘട്ടത്തിൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനം നടക്കാനിരിക്കുന്നു. പാർലമെന്റ് സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കുമ്പോൾ ഈ വിഷയം സ്വാഭാവികമായും വലിയ ആയുധമാക്കി മാറ്റാനുള്ള തീരുമാനം തന്നെയായിരിക്കും പ്രതിപക്ഷം കൈക്കൊള്ളുക. അതിന് മുന്നോടിയായി പാർലമെന്റിന് പുറത്ത് പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എൽദോ റൈറ്റ്, ER രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്നാലും ഈ പരീക്ഷ നടത്തിപ്പിൽ കൃത്യമായ നടപടിയിലേക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ അത് വലിയ വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഊർജിതമായുള്ള നടപടികൾ സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. ഇനി കുർബാന തർക്കമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവാദ വിഷയം. രാവിലെ തന്നെ അതിൽ ഒരുപാട് അപ്ഡേഷൻസ് വരുന്നു. അതായത് ഈ കുർബാന തർക്കം പരിഹാരത്തിന് പുതിയ ഉത്തരവ് സിറോ മലബാർ സഭ പുറത്തിറക്കിയിരുന്നു. ജൂലൈ 3 മുതൽ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നാണ് ഉത്തരവിൽ
ഉള്ളത്. അതായത് ആ ഉത്തരവ് ഇളവ് നൽകുകയാണ്. ജൂലൈ 3 ശേഷം എല്ലാ ഞായറാഴ്ചകളിലും ഒരു കുർബാനയെങ്കിലും ഏകീകരണ രീതിയിൽ അർപ്പിക്കണം എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ദിവസങ്ങളിലും തിരുനാളുകളിലും ഏകീകരണ കുർബാന വേണം. പുതിയ ഉത്തരവ് പാലിക്കാത്തവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും എന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസം ചേർന്ന സിനഡിൽ ആണ് ഈ പ്രശ്നപരിഹാരത്തിന് പുതിയ ഫോർമുല മുന്നോട്ട് വെച്ചത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. എന്താണെങ്കിലും ഈ പ്രശ്നം അത് പരിഹരിക്കപ്പെടാതെ നീങ്ങുകയാണ്. ഈ ഇളവ് നൽകാനുള്ള തീരുമാനത്തോട് അൽമായർ അല്ലെങ്കിൽ അൽമായറിന്റെ സമിതി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് അംഗീകരിക്കുന്നുണ്ടോ? എൽദോ, ഗുഡ് മോർണിംഗ്. സിറോ മലബാർ സഭയുടെ സിനഡാനന്തര സർക്കുലർ അത് ഇന്നലെ രാത്രി വളരെ വൈകിയാണ് അത് പുറത്തേക്ക് വരുന്നത്. അതിൽ നിർദ്ദേശിക്കുന്ന പ്രകാരം ഒരു ഇളവുകൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പ്രത്യേകിച്ച് നൽകുന്നുണ്ട്. കാരണം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന രീതിയിൽ തന്നെ ആ സിനഡ നിന്നിരുന്നു. ഏകീകരിച്ച കുർബാന മാത്രമേ അർപ്പിക്കാൻ കഴിയൂ, അതല്ലാത്ത പക്ഷം വലിയ നടപടികളിലേക്ക് നീങ്ങുമെന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. പക്ഷേ ഇന്നലെ വന്ന സിനഡാനന്തര സർക്കുലർ കുറച്ച് ഇളവുകൾ അനുവദിക്കുന്ന രീതിയിൽ, കാരണം നേരത്തെയും ബിഷപ്പുമാരടക്കം എറണാകുളം ജില്ലയിൽ നിന്നുള്ള ബിഷപ്പുമാരടക്കം ഇങ്ങനെ കർശനമായി ഇത് നടപ്പാക്കേണ്ടതില്ല, അങ്ങനെ നടപ്പാക്കാൻ കഴിയില്ല എന്നെല്ലാം തന്നെ ഓർമ്മിച്ചു. ഇത് സഭയുടെ ഒരു പഴയ കാലത്തുണ്ടായിരുന്ന ഒരു പിടിവാശിയാണ് ഓർമ്മിപ്പിക്കുന്നത് അടക്കമുള്ള സൂചനകൾ ആ കത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഒരു ഇളവുകൾ അനുവദിച്ചത്. അതായത് ഈ കുർബാനാക്രമവുമായി നിലവിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അർപ്പിക്കുന്ന ജനാഭിമുഖ കുർബാനയുമായി മുന്നോട്ട് പോകാമെങ്കിൽ കൂടിയും അതിനൊരു നിശ്ചിത കാലസമയമാണ് നൽകുന്നത്. അതുമാത്രവുമല്ല, ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ചകളിൽ ഒരു കുർബാന അർപ്പിക്കുന്ന കുർബാനകളിൽ ഒന്ന് അത് ഏകീകരിച്ച കുർബാനയാകണം. വിശേഷ ദിവസങ്ങളിൽ അത് ഈ കുർബാന കൊണ്ടുവരണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായി. ഇത് സംബന്ധിച്ച് വിശ്വാസി സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് അൽമായ മുന്നേറ്റത്തിൻ്റെയും അതോടൊപ്പം തന്നെ വൈദികരുടെയും ഒന്നും ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ എങ്കിലും അനൗദ്യോഗികമായി അറിയാൻ കഴിയുന്നത് ഇതിനെയും അവർ എതിർക്കുന്നു എന്നതാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം തങ്ങൾ ഉന്നയിച്ച പല കാര്യങ്ങളിലും ചർച്ച നടത്താതെ ഈ കുർബാനയിൽ മാത്രമായി ചർച്ചകൾ ഒതുങ്ങിപ്പോയി എന്നത് അവർ പറയുന്നു. എങ്കിൽ മറ്റു വിഷയങ്ങളിലും തീരുമാനങ്ങൾ ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഈ ഒരു വിഷയത്തിൽ സമവായമാകുകയുള്ളൂ. മാത്രവുമല്ല, ഇതിൽ ഒരു പുതുതായ ഒരു നിർദ്ദേശവുമില്ല. നേരത്തെയും പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഈ കുർബാന ആഴ്ചയിലൊന്ന് ഞായറാഴ്ചയിൽ അത് ഒരു കുർബാന അർപ്പിക്കാമെന്നൊരു നിർദ്ദേശങ്ങളെല്ലാം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ആ സിനഡിൽ നിന്ന് പുതുതായി ഒന്നും തന്നെയും വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല. കാരണം ഇന്നലെ രാത്രിയാണ് ആ സിനഡിൻ്റെ സർക്കുലർ വരികയും അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചയിലേക്ക് വരുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. എങ്കിലും നമ്മൾ അന്വേഷിച്ചതിൽ നിന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് സ്വാഭാവികമായും ഔദ്യോഗികമായ പ്രതികരണം വൈകാതെ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അത് ഈ സിനഡിന് ഈ തീരുമാനങ്ങൾക്ക് പ്രതികൂലമാകും എന്ന് തന്നെയാണ് ഇപ്പോഴുള്ളൊരു സൂചനകൾ. ആ സർക്കുലറിനെ തള്ളിക്കൊണ്ട് തന്നെ ഒരു പ്രതികരണത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. ഈ ഒരു ഉപാധിയും സമ്മതിക്കില്ല എന്ന രീതിയിൽ തന്നെ പറയുന്നു. മറ്റു പല വിഷയങ്ങളും ഉന്നയിച്ചിരുന്നു. അതൊന്നും ചർച്ച ചെയ്യാത്തതിലെ ഒരു പ്രതിഷേധമായി ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ അത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്നൊരു നിലപാടിലേക്ക് അവരെത്തുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പ്രതികരണം വരണം. അതായത് ഈ പുതിയ ഇളവ് എന്നുള്ള നിർദ്ദേശവും തള്ളി എന്നുള്ളതിന്റെ അർത്ഥം ഇത് ഒരുപാട് നാളുകളായി നീണ്ട പ്രശ്നമാണ്. ഈ വത്തിക്കാൻ ഉൾപ്പെടെ ഇടപെടുന്നു, വത്തിക്കാൻ പ്രതിനിധി വരുന്നു, സമവായ ചർച്ചകൾ നടത്തുന്നു, അവിടെ ഒന്നും വഴങ്ങാതിരുന്നു. ഏറ്റവും ഒടുവിൽ സഭ ഔദ്യോഗിക നേതൃത്വം ഒരു ഇളവ് നൽകുകയാണ്. ഏകീകൃത കുർബാന ആഴ്ചയിൽ ഒരിക്കൽ മതി എന്നുള്ള ഇളവ്. ആ ഇളവും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കർശന നിലപാടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഒരു തരത്തിലുള്ള സഹായത്തിനും തയ്യാറല്ല എന്നുള്ളതാണ്. എൽദോ, ഇതിൽ ഇനി എന്ത് എന്നൊരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. കാരണം വിട്ടുവീഴ്ചകളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഇത് സാധിക്കുകയില്ല. അപ്പോൾ ഈ ഔദ്യോഗിക നേതൃത്വം ഈ രീതിയിലേക്ക് തങ്ങളൊരു നിലപാട് പറയുന്നു. കാരണം ഇങ്ങനെ അനുവർത്തിച്ചിരുന്നൊരു കുർബാന അവിടേക്ക് ഒരു കുർബാന മാത്രം ചൊല്ലുക എന്നൊരു നിർദ്ദേശം വരുന്നു. അതൊരു വിട്ടുവീഴ്ച തന്നെയാണ്, അതൊരു ഇളവ് തന്നെയാണ്, അതിനങ്ങനെ കാണാൻ കഴിയും. പക്ഷേ അതും അംഗീകരിക്കില്ല എന്ന രീതിയിലേക്കാണ് പ്രതികരണം ഇപ്പോൾ അനൗദ്യോഗികമാണ് ഒന്നുകൂടി സൂചിപ്പിക്കുന്നത്. ആ രീതിയിലേക്ക് വരുമ്പോൾ അത്
ഔദ്യോഗികമാകും അല്പസമയം കഴിയുമ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഇനി എന്ത് എന്നുള്ളത് തന്നെയാണ് വലിയ വിഷയം. ഇനി ഏത് രീതിയിൽ ആർക്ക് ഇടപെട്ട പരിഹരിക്കാൻ കഴിയുമെന്നത് വലിയ ചോദ്യം തന്നെയാണ്. ഇത് മുന്നോട്ടെങ്ങനെ പോകും? ഒപ്പം തന്നെയും മറുഭാഗത്ത് ഔദ്യോഗിക പക്ഷത്തെ അംഗീകരിക്കുന്ന വിശ്വാസികളും വലിയ എതിർപ്പ് ഇപ്പോൾ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കുർബാന ഏകീകരണം നടപ്പാക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ആദ്യകാലങ്ങളിൽ അതൊരു ചെറിയ ശബ്ദമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കൂട്ടായ്മകളെല്ലാം തന്നെ മാറുന്നുമുണ്ട്, പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുന്നോട്ട് പോകവേ വലിയ രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ ഇക്കാര്യങ്ങളിൽ വേണ്ടിവരും. മാർപ്പാപ്പയുടെ പ്രതിനിധിയായ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ബിഷപ്പ് ആർച്ച് ബിഷപ്പ് സെറിൽ വാസലടക്കം ഒരുപക്ഷെ വൈകാതെ ഇവിടേക്ക് എത്തിയേക്കുമെന്ന സൂചനകളും വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ എന്ത് നടപടികളിലേക്ക് പോകുമെന്നതാണ്. എന്തായാലും ആ നടപടികൾക്ക് ജൂലൈ 3, ജൂലൈ 4 വരെയുള്ള ഒരു കാലതാമസം ഉണ്ടാകും. കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളെങ്കിൽ കൂടിയും എന്താണ് ഇക്കാര്യത്തിൽ ഇനി ചെയ്യാനാകുക എന്നതാണ് എല്ലാവരും നോക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചയുടെ സൂചനകൾ നൽകുമ്പോഴും അതിനോട് പ്രതികൂലമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ അടുത്തത് എന്താ എന്നത് ചോദ്യം തന്നെ. അത് അതീവ ഗൗരവം തന്നെയാണ്. സഭയുടെ മുന്നോട്ട് പോക്കിനെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു ചോദ്യവും ഉത്തരവും തന്നെയായിരിക്കും. എന്തോ ഓക്കെ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്നാണെങ്കിലും ഏകീകൃത കുർബാന വിഷയത്തിൽ അത്രമാത്രം അനുകൂല നിലപാടല്ല അൽമായ മുന്നേറ്റ സമിതി സ്വീകരിക്കുന്നത്. ഈ ആഴ്ചയിൽ ഒരു ഏകീകൃത കുർബാന എന്ന സിനഡ് നിർദ്ദേശവും അൽമായ മുന്നേറ്റ സമിതി തള്ളുകയാണ്. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല എങ്കിൽ പോലും അനൗദ്യോഗികമായി ഉടൻ തന്നെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം അൽമായ മുന്നേറ്റ സമിതി നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു വാർത്ത കൊച്ചിയിൽ നിന്ന്. അത് കാക്കിനാട് DLF ഫ്ളാറ്റിൽ പകർച്ചവ്യാധി പിടിപെട്ട സാഹചര്യത്തിൽ ഈ ഫ്ളാറ്റുകൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലെ ക്ലോറിൻ്റെ അളവ് ദിവസവും 2 നേരം പരിശോധിക്കുമെന്നാണ് ആരോഗ്യ വകുപ്പിൻ്റെ തീരുമാനം. ഇന്നലെ 8 ഫ്ളാറ്റുകളിൽ നിന്ന് പരിശോധിച്ച വെള്ളത്തിൽ ക്ലോറിൻ്റെ അളവ് തൃപ്തികരമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പുതിയതായി 3 പേർ കൂടി ഇതിനിടെ രോഗലക്ഷണം സ്ഥിരീകരിച്ചു. അതേസമയം പൊതുതോട് അടച്ച് ഫ്ളാറ്റ് നിർമ്മിച്ചത് മൂലമുണ്ടായ വെള്ളക്കെട്ടിൽ നിന്നാണ് ഈ അണുബാധ ഉണ്ടായത് എന്ന പ്രദേശവാസികളുടെ പരാതി പരിഹരിക്കാൻ സ്ഥലം MLA ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരുന്ന യോഗത്തിൽ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറും ഫ്ളാറ്റ് അസോസിയേഷൻ പ്രതിനിധികളും പ്രദേശവാസികളും പങ്കെടുക്കും. ഡാനി ഇപ്പോൾ തന്നെ അതിൻ്റെ വിവരങ്ങൾ കൂടുതലായി നൽകും. ഡാനി, DLF ഫ്ളാറ്റ് സമുച്ചയം അവിടെ അറിയാവുന്നവർക്കറിയാം, അത്രമാത്രം കുടുംബങ്ങളുണ്ട്. ഒരു വലിയ ഫ്ളാറ്റ് സമുച്ചയമാണ്, അതൊരു വിസ്തീർണമായി കിടക്കുന്ന ഒരു ഏരിയ. അപ്പോൾ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിരുന്നു അത്. ഈ ആരോഗ്യവകുപ്പ് നടപടിയെടുക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രദേശവാസികളുടെ പരാതി ഈ തോടടച്ച് ഉള്ള നിർമ്മാണമാണ് ഇത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ളതൊക്കെ ഗൗരവമായി കാണേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു ഇടപെടലിനാണ് സാധ്യത? എൽദോ തുടക്കത്തിൽ സൂചിപ്പിച്ചപോലെ നമുക്ക് അതിലേ പോകുമ്പോൾ നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട് ഇതൊരു ജില്ലയായി പ്രഖ്യാപിക്കാം. കാരണം അത്ര കണ്ട വിസ്തൃതമായി കിടക്കുന്ന ഒരു ഫ്ലാറ്റ്, അതിൻ്റെ ഒരു വലിയ സമുച്ചയം നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും അങ്ങനെയൊന്നുണ്ടോ എന്ന രീതിയിൽ സംശയമാണ്. ഇതിൽ തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇതിൽ ആരോഗ്യവകുപ്പ് അതോടൊപ്പം തന്നെ തൃക്കാക്കര നഗരസഭയും എല്ലാം തന്നെ ഈ കാര്യങ്ങളിലൊരു കാര്യം വ്യക്തമാക്കിയത്. കാരണം ഇവിടങ്ങളിലൊക്കെ ഒരു പരിശോധനകൾക്ക് അത്തരം കാര്യങ്ങൾക്ക് അത് അനുവദിക്കണം. അത് അടച്ചിടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവിടേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുന്നത് കൊണ്ടോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം രോഗവ്യാപനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കൂടുന്നത്. അതൊരു പരിധിവരെ സത്യവുമാണ്. കാരണം ഇതിൽ തുടക്കത്തിൽ കിട്ടിയ റിപ്പോർട്ട് അടക്കം ഇതിൽ ജലം പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ടടക്കം അസോസിയേഷൻ ഭാരവാഹികൾ പോലും അത് പുറത്തുവിട്ടില്ല എന്ന ഗുരുതര ആക്ഷേപങ്ങളെല്ലാം തന്നെയുണ്ട്. എന്തായാലും ഇപ്പോൾ പരിശോധനകളിലേക്കെല്ലാം തന്നെ കടന്നിരിക്കുന്നു. അവിടുത്തെ ഈ ജലത്തിൻ്റെ ക്ലോറിനൈസേഷൻ അളവെല്ലാം തന്നെ പരിശോധിക്കും. ദിവസം 2 നേരമാണ് പരിശോധിക്കാനായിട്ട് അത് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധന തൃപ്തികരമായിരുന്നു. ഒപ്പം അവിടെ ഉയരുന്ന ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്, അത് പരിസരവാസികൾ ഉയർത്തുന്നതാണ്. കാരണം ഇത് വളരെ ഒരു താഴ്ന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ രീതിയിൽ വലിയ രീതിയിലുള്ളൊരു ഫ്ലാറ്റ് സമുച്ചയങ്ങളെല്ലാം തന്നെ വരികയും ചെയ്തത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന വലിയ തോട്, അതിലൂടെയായിരുന്ന ആ ഭാഗത്ത് അത് ഒരു താഴ്ന്ന പ്രദേശമാണെന്ന്, അതുകൊണ്ട് തന്നെ തോടെല്ലാം തന്നെ അത്യന്താപേക്ഷിതമാണ്. മറ്റു സ്ഥലങ്ങളിലേക്ക് വെള്ളമൊഴുകി പോകുന്നതും ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലെ വെള്ളമൊഴുക്ക് അത് സുഗമാക്കുന്നതെല്ലാം തന്നെ അത് സാധ്യമാക്കിയിരുന്നതാണ്. പക്ഷെ നാട്ടുകാരുടെ ഒരു ആക്ഷേപം ഉയരുന്നത് ഈ ഫ്ലാറ്റ് നിർമ്മാണം പൂർത്തിയാക്കിയതോടെ തോട് നികത്തിക്കളഞ്ഞു, തോട് അത് അടച്ചു കെട്ടിയെന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. ഇതുമൂലം ഉണ്ടാകുന്ന വെള്ളക്കെട്ട് പരിസര പ്രദേശങ്ങളിൽ വളരെ രൂക്ഷമാണ്. ഈ ഒരു വെള്ളക്കെട്ട് തന്നെയാണ്, ഈ വെള്ളക്കെട്ടിൽ നിന്ന് തന്നെയാണ് ഇത് ഇപ്പോൾ മോശമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അവിടെ നിന്നുള്ളൊരു ഒഴുക്ക്, അതിൽ നിന്നുള്ള ഉറവകളാണ് ഈ ടാങ്കിലേക്ക് അടക്കം എത്തിയതെന്നെല്ലാം തന്നെ
പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ ഗഹനമായിട്ട് തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അല്ല എങ്കിൽ മേലിലും ഇത്തരം ഈ ദുരിതങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ പ്രദേശവാസികൾക്ക് എന്താണ് പറയുവാനുള്ളതെന്ന് അടക്കമാണ് കേൾക്കേണ്ടത്. ക്ഷമിക്കണം, MLA കൂടിയായ ഉമാ തോമസിൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഇന്ന് യോഗം വിളിച്ചിരിക്കുന്നത്. അവരും അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പിലെയും മറ്റും ഉദ്യോഗസ്ഥരടക്കം അവിടെ പങ്കെടുക്കുന്നുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുക, മേൽ നടപടികൾ എന്തൊക്കെയാണ്, ഈ വിഷയം വെള്ളക്കെട്ട് മാത്രവുമല്ല ഇത്തരം കാര്യങ്ങളിൽ ആ പ്രദേശത്ത് മറ്റുള്ളവർക്കും രോഗബാധ ഏൽക്കാനുള്ളൊരു സാധ്യത ഇതെല്ലാം തന്നെ ഈ വെള്ളക്കെട്ടിൻ്റെ സജീവതയുള്ളതുകൊണ്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്നതടക്കം ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് യോഗം ചേരുന്നത്. എന്തായാലും ഇത് മുന്നോട്ടുള്ള പോക്കിൽ ഈ നടപടികളിലെല്ലാം തന്നെ ഈ യോഗത്തിലെ തീരുമാനങ്ങൾ നിർണായകമായിരിക്കും. ഡാനി സൂചിപ്പിച്ച പോലെ യോഗത്തിലെ തീരുമാനങ്ങൾ നിർണായകമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഡാനി ആദ്യം പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. അത് ആ വഴി പോകുന്നവർക്ക് സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ഇതൊരു ജില്ലയെ പ്രഖ്യാപിക്കാമല്ലോ എന്ന്. അത്രമാത്രം വലിയൊരു കോമ്പൗണ്ടാണിത്. എന്നാലും ആ പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ കഴിയട്ടെ. DLF ഫ്ലാറ്റിലെ വെള്ളം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നല്ലോ. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ അധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മാർ തെയോഫിലിയസ് ഇന്ന് സ്ഥാനമേറ്റെടുക്കും. കുർബാന ആരംഭിക്കും. കുർബാനക്കിടെയാണ്, വിശുദ്ധ കുർബാനക്കിടെയാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. വളരെ വിപുലമായി നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ബിഷപ്പ് യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നാലെയാണ് പുതിയ ഒരു സഭാ മേലധ്യക്ഷനെ തെരഞ്ഞെടുത്തതും സ്ഥാനാരോഹണ പരിപാടികൾ നിശ്ചയിച്ചതും. ഈസ്റ്റേൺ ചർച്ചിൻ്റെ ആദ്യ മെത്രാപ്പൊലീത്തയായിരുന്നു, പരമാധ്യക്ഷനായിരുന്നു മാർ അത്തനേഷ്യസ് യോഹാൻ. അദ്ദേഹത്തിൻ്റെ മരണം അത് അമേരിക്കയിൽ വെച്ച് നടന്നു. അത് നമ്മൾ കണ്ടതാണ്. ശശി നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശശി, മാർ അത്തനേഷ്യസ് യോഹാനിൻ്റെ വിടവാങ്ങലിന് ശേഷം, വിയോഗത്തിന് ശേഷം പുതിയ മേലധ്യക്ഷനെത്തുകയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ എവിടെയായിരുന്നു? ഏറ്റവും മുതിർന്ന ബിഷപ്പുമാരിലൊന്നാണോ അദ്ദേഹം? എന്തോ തീർച്ചയായും മുതിർന്ന ബിഷപ്പ് തന്നെയാണ്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ അധ്യക്ഷനായിട്ട് ഡോക്ടർ സാമുവൽ മാർ തെയോഫിലസ് സ്ഥാനമേൽക്കും. രാവിലെ 8-ന് സഭാ ആസ്ഥാനത്ത് സെന്റ് തോമസ് കത്തീഡ്രൽ വിശുദ്ധ കുർബാനയ്ക്ക് മധ്യയാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക. സഭയുടെ മുതിർന്ന എപ്പിസ്കോപ്പയും ഡൽഹി അതിഭദ്രാസനാധിപനുമായ ജോൺ മോർ ഐറേനിയസ് മുഖ്യ കാർമ്മികത്വം ചടങ്ങിന് വഹിക്കും. തുടർന്ന് എപ്പിസ്കോപ്പുമാർ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് മോർ അത്തനാസിയസ് യോഹാൻ കൺവെൻഷൻ സെന്ററിൽ അനുമോദന സമ്മേളനം നടക്കും. സമ്മേളനം മാർത്തോമാ സഭയുടെ അധ്യക്ഷൻ തിയോഡീഷ്യനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മന്ത്രി സജി ചെറിയാൻ, MLA മാത്യു ടി തോമസ്, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല തുടങ്ങിയ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുമോദന സമ്മേളനത്തിൽ പങ്കെടുക്കും. രാവിലെ 7 മണി മുതലാണ് ചടങ്ങുകൾ ആരംഭിക്കുക. 8 മണിക്കാണ് ഈ സ്ഥാനാരോഹണത്തിൽ. 8 മണി തൊട്ട് 10 മണി വരെ നടക്കുന്ന ഈ വിശുദ്ധ കുർബാനക്കിടയിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക. എന്തായാലും വലിയ രീതിയിൽ തന്നെ വിശ്വാസികളും അതുപോലെ തന്നെ പുരോഹിതന്മാരും വിവിധ സഹോദര സഭയിലെ തിരുമേനിമാരും ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിന് മുമ്പ് ഈ വിഷയത്തെ ചടങ്ങ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകളുടെ കർമ്മങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനും തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കും. എന്തോ നേരത്തെ നമുക്കറിയാം ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ യോഹാൻ മെത്രാപ്പൊലീത്തയ്ക്ക് ശേഷം 2ാമത്തെ മെത്രാപ്പൊലീത്തയാണ് ഇപ്പോൾ സ്ഥാനമേൽക്കുന്നത്. ഈ സഭയെ നയിക്കുക എന്ന് പറഞ്ഞ വലിയൊരു ദൗത്യം കൂടിയുണ്ട്. തുടങ്ങിവെച്ച മുൻകാലങ്ങളിൽ യോഹാൻ മെത്രാപ്പൊലീത്ത തുടങ്ങിവെച്ച കാര്യങ്ങൾ തുടർന്നു കൊണ്ടുപോവുക. സഭയുടെ മുതിർന്ന അംഗം നിലയ്ക്ക് വലിയ ഒരു സിനോഡിൽ തന്നെ വലിയ ഐക്യകണ്ഠനെയാണ് ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. എന്തായാലും അത് ഇപ്പോൾ സ്ഥാനമേൽക്കുന്ന ചടങ്ങ് കൂടി ഇപ്പോൾ നടക്കുകയാണ്. റൈറ്റ്. ശശിനാരായണ വിവരം നൽകിയത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മാർ തെയോഫിലിസ് അല്പസമയത്തിനകം സ്ഥാനമേറ്റെടുക്കുമെന്നുള്ളതാണ്. മറ്റു വാർത്തകളിലേക്ക് പോയാൽ NSS ബഡ്ജറ്റ് സമ്മേളനം ഇന്ന് ചങ്ങനാശ്ശേരിയിൽ നടക്കും. ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ബഡ്ജറ്റ് അവതരിപ്പിക്കും. സമകാലിക രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ NSSന്റെ പ്രമേയവും സമ്മേളനത്തിലുണ്ടാകും. രാവിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും ഈ ബഡ്ജറ്റ് സമ്മേളനം.
ഇന്ന് സംസ്ഥാനത്ത് പരക്കെ മഴയുണ്ട്, നാളെ പെരുമഴ എന്നൊക്കെ കാലാവസ്ഥ വകുപ്പ് പറയുന്നുമുണ്ട്. അപ്പോൾ ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഡാൻ, രാവിലെ തിരുവനന്തപുരത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു, അതിശക്തമായിട്ടുള്ള മഴയാണ് രാവിലെ ഡ്യൂട്ടിക്കൊക്കെ വന്നപ്പോൾ കണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പൊതുവായി സംസ്ഥാനത്തുടനീളം മഴ പെയ്യുന്നുണ്ടോ? ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ശംഖുമുഖം തോന്നുന്നു. എല്ലാം നമ്മൾ ഉള്ളത് ശംഖുമുഖത്താണ്. ഇന്നലെ രാത്രി മുതൽ ഏതാണ്ട് ഒരു 10 മണിക്ക് ശേഷം ഇടവിട്ട് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ തീരമേഖലകളിൽ അടക്കം. അത് ഒരുപക്ഷെ നാളെ അതിതീവ്രമായ മഴയായി മാറിയേക്കാം എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. സ്വാഭാവികമായി ഈ തീരം കടലെടുത്ത ഒരവസ്ഥ അത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ മനോഹരമായ ഒരു കാഴ്ച ഈ വലിയ കല്ലുകൾ, അതായത് ഈ തിരമാലകൾ അടിച്ച് മുകളിലേക്ക് ശംഖുമുഖത്തെ ഈ എയർപോർട്ട് റോഡിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ വലിയ കല്ലുകൾ ഇട്ടിട്ടുണ്ട്, പാറക്കല്ലുകൾ. ആ കല്ലുകൾക്ക് മുകളിൽ പായലുകൾ നിറഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച. അതാണത്. ഇവിടെ നിന്നങ്ങ് വളരെ ദൂരത്തിൽ ഈ പച്ചപ്പിങ്ങനെ കാണാൻ കഴിയും കടലിന്റെ തീരത്ത്. എന്തായാലും തീരമെടുത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ട് അടുത്തുള്ള ഇടങ്ങളൊക്കെ നേരത്തെ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി ആളുകൾ വന്നിരിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ തീരം എടുത്തു പോയിരിക്കുന്ന അവസ്ഥയാണ്. അറിയാം, ഈ മഴ വീണ്ടും രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അതിതീവ്ര മഴയിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി വീണ്ടും ഈ തിരമാലകളുടെ ശക്തി വർദ്ധിക്കും, കടലാക്രമണ സാധ്യതകൾ വർദ്ധിക്കും. അത് തീരദേശ മേഖലയെ നേരത്തെ പോലെ വീണ്ടും ആശങ്കയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമായി മാറുകയും ചെയ്തു. എന്തായാലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. നാളെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് തന്നെയാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളെ സംബന്ധിച്ച് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകിട്ട് മുതൽ ഇടപെട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയാണ് ഇന്ന് പുലർച്ചെയും അതുപോലെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എൽദോ, സംസ്ഥാനത്ത് മഴ തുടരുന്നു എന്നുള്ളതാണ് ഡാൻ ശംഖുമുഖത്ത് നിന്നാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ നമുക്ക് കാണാം നല്ല കാറ്റുമൊക്കെ ഉണ്ട്. സംസ്ഥാനത്തുടനീളം മഴ പെയ്യുമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു കാലാവസ്ഥാ വകുപ്പിൽ നിന്ന്. അതായത് ഇനി അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള റിപ്പോർട്ടിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നാളെ മഴ കൂടുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പുകൾ അത് ഐഷത്തുൽ ഷബ്ന വിവരിക്കും. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കുകയാണ്. ഇന്ന് 6 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഒപ്പം 4 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് ഉണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. നാളെ മുതൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണുള്ളത്. നാളെ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടാണ്. ഒപ്പം എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമുണ്ട്. എന്തായാലും കാലവർഷം എത്തുമ്പോൾ മഴ കനക്കും, ശക്തമായ കാലവർഷമായിരിക്കും എന്നൊക്കെ നേരത്തെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. വീണ്ടും അത് ഒരു ശക്തമായ കാലവർഷം വരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും. ജൂൺ 25 വരെ സംസ്ഥാനത്തൊട്ടാകെ വ്യാപകമായ മഴയുണ്ടാകും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകും. ഇടിമിന്നലോടുകൂടി ശക്തമായ കാറ്റോടുകൂടി മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ കനക്കും. ഐഷത്തുൽ ഷബ്ന ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടം സ്പീക്കറാക്കാത്തതിൽ കീഴ്വഴക്കം ലംഘിച്ചുവെന്ന ആക്ഷേപം ആവർത്തിക്കുകയാണ് നേതാക്കൾ. കൊടിക്കുന്നിലിന് പിന്തുണയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്നലെ രംഗത്തെത്തിയിരുന്നു. പിണറായി വിജയൻ മന്ത്രിസഭയിലേക്ക് OR കേളുവിന്റെ സത്യപ്രതിജ്ഞ അത് നാളെയാണ്. ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് കെ രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് OR കേളു മന്ത്രിയാകുന്നത്. പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടാണ് ചുമതലയേൽക്കുക. വൈകിട്ട് 4 മണിക്കായിരിക്കും സത്യപ്രതിജ്ഞ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാറിന്റെ സാധ്യത തള്ളുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ജയിക്കുന്നയാൾ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് NDA സ്ഥാനാർത്ഥിയായി സി കൃഷ്ണകുമാർ ഉണ്ടാകില്ലെന്ന് വ്യക്തമായ സൂചന നൽകി BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ജയിക്കുന്നയാളെ പാലക്കാട് സ്ഥാനാർത്ഥിയാവുകയുള്ളൂവെന്ന് വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി.
ഈ ശ്രീധരനെ പോലെ ജനസമ്മതിയുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കാനാണ് BJP തീരുമാനം. 2 തവണ ലോക്സഭയിലേക്കും 2 തവണ നിയമസഭയിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും മത്സരിച്ചു തോറ്റെങ്കിലും കെ സുരേന്ദ്രന്റെ വിശ്വസ്തനാണ് C കൃഷ്ണകുമാർ ഇപ്പോഴും. ജയിക്കുന്ന ആളെന്ന് സുരേന്ദ്രൻ പറഞ്ഞത് സർപ്രൈസ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം. ജയിക്കുന്ന സ്ഥാനാർത്ഥി വരും. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതൊന്നും നിങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു, ജയിക്കുന്ന സ്ഥാനാർത്ഥി വരും. ശോഭാ സുരേന്ദ്രനെ കൂടാതെ പാലക്കാട് സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. 29-ന് എറണാകുളത്ത് ചേരുന്ന BJP സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഏകദേശ ധാരണയാകുമെന്നാണ് വിവരം. ന്യൂസ് 18 പാലക്കാട്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് സന്ദർശിക്കും. തീർത്തും ശോചനീയാവസ്ഥയിലാണ് ബസ് സ്റ്റാൻഡ് എന്ന് എല്ലാവർക്കും അറിയാം. ആ ബസ് സ്റ്റാൻഡിന് വേണ്ടി പദ്ധതികൾ പലതും പ്രഖ്യാപിച്ചുവെങ്കിലും ഒന്നും പ്രാവർത്തികമായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ദുരിതങ്ങൾക്കിടയിലും മന്ത്രിയുടെ സന്ദർശനം ഗുണകരമാകുമെന്ന് പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട് യാത്രക്കാർ. മഴക്കാലമായാൽ അഴുക്ക് വെള്ളക്കെട്ടിന് നടുവിൽ ഇടിഞ്ഞു പൊളിയാറായ ഒരു കെട്ടിടം മാത്രമാണ് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ്. ആർക്കെങ്കിലും അവിടേക്ക് ചെല്ലാനോ അവിടെ കുടുങ്ങിയവർക്ക് പുറത്തേക്ക് വരാനോ പെടാപ്പാടാണ്. മെട്രോ നഗരത്തിന്റെ ഒരു പരിവേഷവുമില്ലാത്ത തുരുത്താണ് ഇത്. പദ്ധതികൾ പലത് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും ഇതുവരെ എവിടെയും എത്തിയില്ല. ഇനിയിപ്പോൾ ഗതാഗത മന്ത്രി നേരിട്ടെത്തുകയാണ്. ചിലർക്ക് പ്രതീക്ഷയുണ്ട്, മറ്റു ചിലർക്ക് അതില്ല. ഈ അഭിപ്രായങ്ങൾ ഓരോരുത്തർ പ്രകടിപ്പിക്കുകയും പറയുകയും ചെയ്തുകൊണ്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വന്ന് സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കാണും. നമ്മുടെ അഭിപ്രായങ്ങൾ ഓരോ മുക്കിലും മൂലയിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വലിയ പ്രതീക്ഷ ഒന്നും പ്രതീക്ഷയൊന്നുമില്ല. ഒരു പരിപാടി നടക്കില്ല. എറണാകുളം ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ട് അടിയന്തരമായി പരിഹരിക്കുകയാണ് മന്ത്രിയുടെ ലക്ഷ്യം. മന്ത്രി ഉൾപ്പെടെ 4 അംഗ വിദഗ്ധ സംഘമാണ് വരുന്നത്. ബസ് സ്റ്റാൻഡിന്റെ മറ്റ് അടിസ്ഥാന സൌകര്യങ്ങളും പരിശോധിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഒരുപാട് പ്രേക്ഷകരും രാവിലെ ഗുഡ് മോർണിംഗ് ഒക്കെ പങ്കുവെക്കുന്നു. ഹാപ്പി വീക്കെൻഡ് എന്ന് പറയുകയാണ്. ജസ്റ്റിൻ അലക്സ്, ശശി ഗുഡ് മോർണിംഗ് ന്യൂസ് 18. ഗുഡ് മോർണിംഗ് ശശി. KMUP അബോളിഷ് കോച്ചിങ് ആൻഡ് എൻട്രൻസ് എക്സാം. ലെറ്റ് ഓൺലി എഫിഷ്യന്റ് സ്റ്റുഡൻസ് സെലക്ടഡ് ബൈ ആൻ ഇൻഡിപെൻഡന്റ് ഏജൻസി. സ്വതന്ത്ര ഏജൻസി ഒക്കെ വന്ന് ഈ പരീക്ഷയിലെ മൂല്യനിർണ്ണയം അത് കൃത്യമാക്കണമെന്നുള്ളതാണ് അഭിപ്രായങ്ങൾ. പീറ്ററാണ് അങ്ങനെ ഒരു അഭിപ്രായം പങ്കുവച്ചത്. അന്നു ജംഷിയും ഒക്കെ കമന്റ് ചെയ്യുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നതിൽ സന്തോഷം. കേന്ദ്ര സർക്കാർ നെല്ലിന് താങ്ങുവില ഉയർത്തിയെങ്കിലും ആനുപാതിക വർധനയുണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് കർഷകർ. മുൻകാലങ്ങളിൽ കേന്ദ്രം താങ്ങുവില കൂട്ടിയാലും കർഷകർക്ക് പ്രയോജനം ലഭിക്കാറില്ല. നെല്ലിന് കിലോയ്ക്ക് 1 രൂപ 17 പൈസയാണ് കേന്ദ്രം താങ്ങുവില ഉയർത്തിയത്. സംസ്ഥാന സർക്കാർ ആനുപാതിക വില വർദ്ധിപ്പിക്കില്ലെന്നാണ് വിവരം. താങ്ങുവില നോക്കിയല്ല കേരളത്തിൽ നെല്ലിന് വില നിശ്ചയിക്കുന്നതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. താങ്ങുവിലയ്ക്ക് ആനുപാതികമായി വില വർദ്ധിപ്പിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഒരിക്കലും ആശാവഹമായ ഒരു കാര്യം ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷവും ഓരോ സാമ്പത്തിക വർഷവും കേന്ദ്ര ഗവൺമെന്റ് കൂട്ടുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാകുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഒരു നിശ്ചിത സംഖ്യ വർദ്ധിപ്പിക്കുമായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൂട്ടുന്ന ആ സാമ്പത്തികമായിട്ട് കുറച്ച് കൊണ്ടുവരുന്ന ഒരു സമീപനമാണ്. ഈ സാമ്പത്തിക വർഷവും അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരിക്കലും കൃഷിക്കാരെ സഹായിക്കാനല്ല ഈ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട്. അവർ ഈ കൃഷിക്കാരെ ദ്രോഹിക്കാനും കൃഷി ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേന്ദ്ര സംസ്ഥാന വിഹിതവും കയറ്റിറക്ക് കൂലിയുമെല്ലാം ഉൾപ്പെടെ 32 രൂപ 64 പൈസയാണ് കർഷകർക്ക് 1 കിലോ നെല്ലിന് ലഭിക്കേണ്ടത്. കർഷകർക്ക് ലഭിക്കുന്നതാകട്ടെ 28 രൂപ 32 പൈസയും. താങ്ങുവിലയുടെ അടിസ്ഥാനത്തിൽ വിലവർധനയില്ലെങ്കിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുമെന്ന് കർഷകർ പറയുന്നു. S വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. വീട്ടിൽ അതിക്രമിച്ചു കയറി ഉറക്കത്തിനിടെ പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ 3 പേരെ വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പീഡികപ്പടി സ്വദേശികളായിട്ടുള്ള സുനിൽ, ശശി, പ്രകാശൻ എന്നിവരാണ് പിടിയിലായത്. ഇരയായിട്ടുള്ള യുവതി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. യുവതിയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്ന സാഹചര്യത്തിൽ വിശദമായി മൊഴിയെടുക്കാനും വൈദ്യപരിശോധന നടത്താനുമാണ് തീരുമാനം. ഈ മാസം 16-നാണ് ബന്ധുവിന്റെ വീട്ടിൽ വെച്ച് രാത്രി ഉറങ്ങുന്നതിനിടെ 3 പേർ പീഡിപ്പിച്ചു എന്ന് യുവതി പരാതി നൽകിയത്. ടെലഗ്രാം ഉൾപ്പെടെ വിവിധ ആപ്ലിക്കേഷനുകൾ വഴി കോടികളുടെ ഓൺലൈൻ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ്. ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 17 കേസുകളാണ്. കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ
300ഓളം കേസുകളുണ്ടെന്നും പോലീസ് പറയുന്നു. 25 കോടി രൂപയിലേറെ തട്ടിപ്പ് നടന്നുവെന്ന് പ്രാഥമിക കണ്ടെത്തലുമുണ്ട്. തട്ടിപ്പ് വ്യാപകമായതോടെ ഇരയാക്കപ്പെടുന്നവർക്ക് ബന്ധപ്പെടാനായി ഹെൽപ്പ് ഡെസ്ക് നമ്പർ അടക്കം അറിയിച്ചു പോലീസ്. കേസിൽ 4 പേർ അറസ്റ്റിലായിട്ടുണ്ട്. വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാമെന്ന പരസ്യവാചകത്തിലൂടെ ടെലിഗ്രാം, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിങ്ങനെ വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾ വഴിയാണ് തട്ടിപ്പ്. ലിങ്കുകൾ മുഖാന്തരം വിവിധ ഇനം ടാസ്കുകൾ നൽകി പൂർത്തീകരിക്കുന്നവർക്ക് 500 രൂപ വരുമാനമായി നൽകിയാണ് തട്ടിപ്പിന് തുടക്കം. ആദ്യം പണം ലഭ്യമാകുന്നതോടെ വീണ്ടും ലിങ്ക് ലഭിക്കുന്ന ആളുകൾ ടാസ്കുകൾക്കായി തയ്യാറെടുക്കും. വൻ തുകകൾ വരെ പ്രതിഫലമായി കിട്ടിയിട്ടുണ്ടെന്ന് സന്ദേശം മുഖാന്തരം അറിയിക്കും. പണം ലഭ്യമാകാൻ നിശ്ചിത തുക അടക്കണമെന്നാകും പിന്നീട് ഡിമാൻഡ്. അങ്ങനെ പല തവണയായി 12 ലക്ഷം നൽകിയ ആലപ്പുഴ സ്വദേശിയായ വീട്ടമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം സ്വദേശികളായ ഉമർ അലി, ഷമീർ അലി, അക്ബർ, മുഹമ്മദ് ഷഹീദ് എന്നിവർ അറസ്റ്റിലായത്. മലപ്പുറം മഞ്ചേരിയിലെ ബാങ്കിൽ നിന്ന് സംഘം പണം പിൻവലിച്ചതോടെയാണ് അന്വേഷണ സംഘത്തിന് തുമ്പ് ലഭ്യമായത്. 31 ലക്ഷം രൂപയാണ് ഇവരുടെ അക്കൗണ്ടിൽ ഒറ്റ ദിവസം വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നതായി പോലീസ് കണ്ടെത്തിയത്. ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, ഒരു ദിവസം ഇത്ര രൂപയ്ക്ക് ഇത്ര രൂപ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഇവരെന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ടെലഗ്രാം ആപ്പിലേക്ക് പോയിട്ട് അവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആകും. എന്നാൽ ആ ഗ്രൂപ്പിൽ ഇവർ കുറച്ച് ടാസ്കുകൾ അയച്ചു കൊടുക്കും. ടാസ്കുകൾ അയച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ആദ്യം ഇപ്പോൾ ഒരു 500 രൂപ, 1000 രൂപ, 2000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലേഡിക്ക് തിരിച്ച് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് വീണ്ടും കൂടുതൽ ടാസ്ക് കൊടുത്തു കഴിഞ്ഞപ്പം ഇവരെന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ ടാസ്കിൽ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, പക്ഷെ ആ പണം അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നതിന് നിങ്ങൾ കുറച്ച് പൈസ അങ്ങോട്ട് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പല തവണയായിട്ട് 12 ലക്ഷത്തോളം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിൽ ഇത് ഓരോ അക്കൗണ്ടിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. തട്ടിപ്പിന് ഉപയോഗിക്കുന്ന ലിങ്ക് മലേഷ്യ, തായ്ലാന്റ് എന്നിങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയതാണെന്നാണ് സൈബർ വിദഗ്ധർ പറയുന്നത്. മലപ്പുറത്ത് നിന്ന് അറസ്റ്റിലായാൽ തന്റെ പേരിൽ അക്കൗണ്ട് എടുത്ത് വാടകയ്ക്ക് നൽകിയതായാണ് പോലീസ് പറയുന്നത്. അക്കൗണ്ടിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും 5000 രൂപ ഇയാൾക്ക് ലഭ്യമാകും. ഇൻഫോസിസ് ജീവനക്കാരിയായ ആലപ്പുഴക്കാരിയിൽ നിന്ന് തട്ടിയെടുത്തത് 6 ലക്ഷം രൂപയാണ്. ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. അതായത് തട്ടിപ്പിൽപ്പെട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം 1930 എന്ന് പറയുന്ന ഒരു നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 50% പോയ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് പോകണം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ പോലീസിന് മാത്രം എഴുതി പൈസ നമുക്ക് കോടതിയിൽ കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് പിന്നെ ഇതിലെ വിക്ടിംസിന് നമുക്ക് എടുക്കാനായിട്ട്. തട്ടിപ്പ് നടന്ന 1 മണിക്കൂറിനുള്ളിൽ 1930 എന്ന ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ അറിയിച്ചാൽ 50% പണമെങ്കിലും തിരികെ പിടിക്കാനാകുമെന്ന് പോലീസ് പറയുന്നു. വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാമെന്ന പരസ്യവാചകത്തിനൊപ്പം കേന്ദ്ര അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ, ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറഞ്ഞു ബന്ധപ്പെട്ടും തട്ടിപ്പുണ്ട്. നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വന്ന 17 കേസുകൾ ഉൾപ്പെടെ 100 കേസുകൾക്ക് സമാന സ്വഭാവമാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി കണ്ടെത്തിയെന്നൊക്കെ പറഞ്ഞാണ് ഫോൺ മുഖാന്തരം ഭീഷണിപ്പെടുത്തിയുള്ള തട്ടിപ്പ്. ആലപ്പുഴയിൽ പിടിയിലായവർക്ക് ഇടുക്കിയിൽ നടന്ന കേസുകളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ഓൺലൈൻ പണത്തട്ടിപ്പിന് ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. മികച്ച ക്രൈം റിപ്പോർട്ടർക്കുള്ള പൂവച്ചൽ ഖാദർ മാധ്യമ പുരസ്കാരം ന്യൂസ് 18 സ്പെഷ്യൽ കറസ്പോണ്ടന്റ് വി വിനോദ് ഏറ്റുവാങ്ങി. തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജാണ് പുരസ്കാരം നൽകിയത്. ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാധ്യമ പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്യുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മികച്ച ക്രൈം റിപ്പോർട്ടർ വി വിനോദ്.
ഓക്കെ, അപ്പോൾ നമ്മൾ മോർണിംഗ് വൈബ്സിൽ രാവിലെ മുതൽ ഒരുപാട് വാർത്തകളിലൂടെയൊക്കെ പോയി, ഇനിയും മറ്റ് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. അപ്പോൾ പ്രേക്ഷകരും പറയുന്നു, സുനിമോൾ പറയുന്നു, ആത്മാർത്ഥമായി കേരളം വികസിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വികസനം നടപ്പാക്കും. സുനിമോൾ അത് ഏതിലാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഷീജ എസ് നായർ ഹലോ പറയുന്നു. ഷീജ ഹലോ. നമ്മളപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കൊടിക്കുന്നിൽ സുരേഷിന് പ്രോടൈം സ്പീക്കർ സ്ഥാനം നിഷേധിച്ചതിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആദ്യം വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇത് കോൺഗ്രസ് ക്യാമ്പിനെ ആശ്ചര്യപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോൺഗ്രസിനെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി ബി.ജെ.പിക്കെതിരെ മൗനം തുടർന്നു എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇന്നലെ മുഖ്യമന്ത്രിയാണ് ആദ്യം ഇത്തരത്തിൽ കൊടിക്കുന്നിലിന് പ്രൊട്ടൈം സ്പീക്കർ പദവി നൽകാത്തതിൽ പ്രത്യക്ഷത്തിൽ രംഗത്തെത്തിയത്. പിന്നെ അതിനുശേഷമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പോലും വാർത്താക്കുറിപ്പ്. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിറക്കാൻ വൈകിപ്പോയെന്ന് സംശയിച്ചവർ നിരവധിയാണ്. അപ്പോൾ ഈ കോൺഗ്രസ് ക്യാമ്പ് ഇതിനെ കരുതുന്നത് എങ്ങനെയാണ്? എന്താണ് അതിന്റെ പിന്നിലെ ഒരു കൗതുകരമായിട്ടുള്ള കാര്യം? എൽദോ, നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനം, രാഹുൽ ഗാന്ധിക്കെതിരെ അടക്കം വ്യാപകമായ വിമർശനമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പല തെരഞ്ഞെടുപ്പ് വേദികളിലും ഉന്നയിച്ചത്. അതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ഒന്നാകെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളടക്കം രംഗത്ത് വന്നിരുന്നു. ബി.ജെ.പിക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും യാതൊരു തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. മുഖ്യമന്ത്രി അവർക്കെതിരെ മൗനം തുടരുകയായിരുന്നു എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രചാരണം. സ്വാഭാവികമായി അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയൊരു മുന്നേറ്റം, UDF വലിയൊരു മുന്നേറ്റം കേരളത്തിൽ നടത്തുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടിക്കുന്നിൽ സുരേഷ് എംപിയെ, മാവേലിക്കരയുടെ എംപിയെ പ്രൊട്ടൈം സ്പീക്കർ ആക്കാതിരുന്ന നടപടിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയത്. അദ്ദേഹം ആ പത്രക്കുറിപ്പിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആ വിമർശനം പങ്കുവെക്കുകയും ചെയ്തത്. ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാംഗമായിട്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന അർഹമായ സ്ഥാനം നിഷേധിച്ചത് സവർണബോധം ആണ് കേന്ദ്ര സർക്കാരിനെ ഭരിക്കുന്നതിന്റെ ഉദാഹരണമാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അത് തള്ളിക്കളയാനാകുമോ എന്ന രൂക്ഷമായ വിമർശനത്തോടെയായിരുന്നു ഈ കുറിപ്പ്. എന്തായാലും സ്വാഭാവികമായി അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് പൊടുന്നനെ തന്നെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമൊക്കെ തൊട്ടു പിന്നാലെ ഈ വാർത്താക്കുറിപ്പുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത് സമാനമായ വിഷയത്തിൽ. എന്തായാലും ഇത്തരമൊരു നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടായത് എന്തുകൊണ്ട് എന്ന ചോദ്യം അത് കോൺഗ്രസ് ക്യാമ്പുകളിൽ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരത്തിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അതിൽ എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ച സംസാരങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ ഇപ്പോൾ സജീവമായിരിക്കുന്നത്. അതാണ് എന്താണെങ്കിലും കോൺഗ്രസ് ക്യാമ്പ് അതിലൊരു ആശ്ചര്യം കാണുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കി നെടുങ്കണ്ടത്ത് GST വകുപ്പിന്റെ ക്വാർട്ടേഴ്സുകൾ താമസക്കാർ ഇല്ലാത്തതിനാൽ നശിക്കുകയാണ്. കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് വർഷങ്ങളായി ഇങ്ങനെ കാലിയായി ഒഴിഞ്ഞു കിടക്കുന്നത്. ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിക്ക് സമീപമാണ് GST വകുപ്പിന്റെ ക്വാർട്ടേഴ്സുകൾ സ്ഥിതി ചെയ്യുന്നത്. കിടപ്പുമുറി, അടുക്കള, ഹാൾ, ശുചിമുറി തുടങ്ങിയ സൗകര്യങ്ങളുള്ള 15-ലധികം ക്വാർട്ടേഴ്സുകളുണ്ട്. ഇവയിൽ ഏതാനും കെട്ടിടങ്ങളിൽ മാത്രമാണ് താമസക്കാരുള്ളത്. ചില കെട്ടിടങ്ങളുടെ ജനൽ ചില്ലകളും ടൈലുകളും തകർന്നു. മീറ്റർ ബോർഡുകളിൽ പക്ഷികൾ കൂടുകൂട്ടി തുടങ്ങി. ബിൽഡിങ്ങുകൾ ഇപ്പോൾ അനാഥമായി കിടക്കാണ്, കാട് കയറി നശിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരും അവിടെ ഇപ്പോൾ താമസമില്ല. അഥവാ ഇനി ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ താമസിക്കാൻ വേണ്ടി അത് അവരുടെ വകുപ്പിലേക്ക് ഒരു അപേക്ഷ വെച്ചാൽ അത് നിരസിക്കുകയാണ്. വേറെ അവിടെ ഒരു സംവിധാനം ഒരുക്കുന്നില്ല. ഇപ്പൊ നായ്ക്കളുടെ ഒരു വിരഹ കേന്ദ്രമായി അവിടെ മാറിയിട്ടുണ്ട്. സർക്കാർ ഇത് ആരോഗ്യവകുപ്പിനെങ്ങാനും കൈമാറിയാൽ നെടുങ്കണ്ടത്ത് ഇപ്പം താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി മാറാൻ പോവുകയാണ്. അവർക്കത് ഉപകാരപ്രദമായി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഇത് ഒന്നിനുമില്ലാതെ ഇങ്ങനെ സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപയുടെ ബിൽഡിങ്ങുകളാണ് ഇങ്ങനെ പതനത്തിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. താമസക്കാരില്ലെങ്കിലും കെട്ടിടത്തിന്റെ കോൺക്രീറ്റിംഗിലെ ചോർച്ച തടയാൻ ലക്ഷങ്ങൾ മുടക്കി ഷീറ്റും മേഞ്ഞിട്ടുണ്ട്. ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞതാണ് ക്വാർട്ടേഴ്സുകൾ കാലിയായി കിടക്കാനുള്ള കാരണം. ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പുകൾക്ക് വിട്ടുകൊടുത്ത് ഉപയോഗപ്രദമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി നെടുങ്കണ്ടത്തെ ആധുനിക ശ്മശാനത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. മുൻപുണ്ടായിരുന്ന ഗ്യാസ് ക്രെമറ്റോറിയം പൊളിച്ചു നീക്കിയ ശേഷമാണ് ഇലക്ട്രിക് ശ്മശാനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഇടുക്കി നെടുങ്കണ്ടത്ത് ഇലക്ട്രിക് ശ്മശാനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത്. 2 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. മുൻപുണ്ടായിരുന്ന ഗ്യാസ് ക്രിമിറ്റോറിയം പൊളിച്ചു നീക്കി അതേ ഭൂമിയിലാണ് പുതിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നിലവിൽ 1 വർഷത്തോളമായി നിർമ്മാണം മുടങ്ങിക്കിടക്കുകയാണ്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ LDF ഭരണസമിതി 2 മാസം കൊണ്ട് പ്രവർത്തനം ആരംഭിക്കും എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ വൈദ്യുത ശ്മശാനമാണ് ഈ പുറകിൽ കാണുന്നത്. ഇപ്പോൾ 1 വർഷമായിട്ടും ഇതിന്റെ പണി പൂർത്തീകരിക്കുവാൻ ഭരണസമിതിയെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഏകദേശം പകുതി പണി പോലും ഇതിന്റെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. നിലവിലുണ്ടായിരുന്ന ശ്മശാനം പൊളിച്ചു നീക്കിയിട്ടാണ് പകരം ഇവിടെ പുതിയ വൈദ്യുത ശ്മശാനം പണിതുകൊണ്ടിരിക്കുന്നത്. 30 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി പ്രഖ്യാപിച്ചിരുന്നത്. നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ജനറേറ്റർ മഴയിൽ നശിക്കുകയാണ്. കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് ശ്മശാനം എന്ന് പ്രവർത്തന സജ്ജമാകും എന്ന് പഞ്ചായത്തും വ്യക്തമാക്കുന്നില്ല. ഭൂരഹിതരായവരും നാമമാത്രമായ ഭൂമിയുള്ളവരും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ മറ്റു പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ന്യൂസ് 18 ഇടുക്കി. ഈ കാസർഗോഡ് ഒരു സ്കൂളുണ്ട്, 100 വർഷമായി അതിൻ്റെ ആഘോഷ പരിപാടിയൊക്കെ നടക്കുകയാണ്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്, പക്ഷെ അത് അവഗണനയുടെ പട്ടികയിലാണ് എന്നുള്ളതാണ്. നിരവധി പ്രഗത്ഭരടക്കം പഠിച്ചിറങ്ങിയ സ്കൂളിൻ്റെ മേൽക്കൂര പോലും അത് ഏത് നിമിഷവും താഴെ വീഴാം എന്നുള്ള അവസ്ഥയിലാണ്. കാസർഗോഡിന്റെ നഗരഹൃദയത്തിലെ വിദ്യാവെളിച്ചമാണ് 100 വർഷം പിന്നിട്ട കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ജില്ലയുടെ ഓരോ തുടിപ്പുകൾക്കും സാക്ഷ്യം വഹിച്ച വിദ്യാലയം. പ്രഗത്ഭരായ നിരവധി പേരെയാണ് സംഭാവന ചെയ്തത്. കാസർഗോഡിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സാംസ്കാരിക സവിശേഷതകൾ കൊണ്ട് GHSSന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇത്രയും പ്രാധാന്യമുള്ള വിദ്യാലയമായിട്ടും ഇന്നും കടുത്ത അവഗണനയാണ് നേരിടുന്നത്. സമീപത്തുള്ള മറ്റ് സ്കൂളുകളെല്ലാം കോടികൾ ചെലവിട്ട് ഹൈടെക് ആകുമ്പോൾ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അത്രത്തോളം പഴക്കമുള്ള കെട്ടിടങ്ങളിലാണ്. ഈ സാഹചര്യത്തിൽ സ്കൂളിലെ കെട്ടിട സൗകര്യങ്ങൾ ഉൾപ്പെടെ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഹൈസ്കൂൾ ഓഫീസിൻ്റെ കെട്ടിടം എന്ന് പറഞ്ഞാൽ വളരെ പഴക്കം ചെന്നൊരു ഓഫീസ് കെട്ടിടമാണ്. അത് ഓടിട്ട ഒരു കെട്ടിടം, ഏറ്റവും ടോപ്പിലായിട്ടുള്ളത്. അതും അങ്ങനെയാണ് വേറൊരു മാറ്റം, അതിന് ഒരു പുതിയ കെട്ടിടം ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കെട്ടിടം കൂടി ഇപ്പോൾ നമ്മളെ ഒരു തൊട്ടടുത്തുള്ള എൻ്റെ ഈ അടുത്ത ഒരു കെട്ടിടം, ആ കെട്ടിടം കുറച്ചും പഴക്കം ചെന്നതാണ്. അതും കൂടി മാറ്റിയാൽ ഈ സ്കൂളിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളിലൊന്നാണ്. ഫണ്ടില്ല എന്ന കാരണത്താൽ കെട്ടിടങ്ങൾ പെയിന്റ് ഇളകി വൃത്തിഹീനമായി കിടക്കുകയാണ്. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് താൽക്കാലികമായി 3 ബ്ലോക്കുകൾക്ക് സ്കൂൾ സ്റ്റാഫ് കൗൺസിലും OSA കമ്മിറ്റിയും സഹകരിച്ച് 1.25 ലക്ഷം രൂപ ചെലവിട്ട് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി നൽകി. ഹൈസ്കൂൾ ഓഫീസും ലാബും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണുള്ളത്. മറ്റ് സ്കൂളുകൾക്ക് MLA ഫണ്ടിൽ നിന്ന് കോടികൾ ചെലവിട്ട് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകുമ്പോൾ നഗരഹൃദയത്തിലെ സ്കൂളിനും കുറച്ചു തുകയെങ്കിലും മാറ്റിവെക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. സ്കൂളിനോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും മികച്ച കെട്ടിട സൗകര്യം ഉൾപ്പെടെ ഒരുക്കുവാൻ നടപടി ഉണ്ടാകണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി മാങ്കുളം പഞ്ചായത്തിലെ ആദിവാസി മേഖലയായിട്ടുള്ള കള്ളക്കുട്ടിക്കുടിയിലെ പാലത്തിന്റെ നിർമ്മാണം അത് സാധ്യമായിട്ടില്ല. കാലവർഷം എത്തിയതോടെ ഈറ്റ കൊണ്ട് നിർമ്മിച്ച തൂക്കുപാലമാണ് കുടുംബങ്ങൾക്കുള്ള ഏക ആശ്രയം. അപകടകരമായിട്ടുള്ള സ്ഥിതി തുടരുമ്പോഴും അധികൃതർ യാതൊരു ഇടപെടലും നടത്തുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. 2018 കാലവർഷക്കെടുതിയിലാണ് ഇടുക്കി മാങ്കുളം കള്ളക്കൂട്ടിക്കുടിയിലെ പാലം ഒലിച്ചുപോയത്. നിരവധി ആദിവാസി കുടുംബങ്ങൾ പുറം ലോകത്തെത്താൻ ആശ്രയിച്ചിരുന്നത് ഈ പാലമായിരുന്നു. പിന്നീടുള്ള ഓരോ മഴക്കാലവും നാട്ടുകാർ അനുഭവിച്ച ദുരിതം ചെറുതല്ല. സ്കൂൾ കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ എത്താനും ഈ പുഴ കടക്കണം. ആശുപത്രി ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും കുടിക്ക് പുറത്തെത്താൻ ആളുകൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇതുവരെ സർക്കാരിലോ ഒരു പഞ്ചായത്തോ ഡയബിളിലോ ഇതുവരെ ഒന്നും ഉണ്ടായില്ല. പിള്ളേർ കടത്തു ഇതുപോലെ ആള് കടന്നു, അത് ഈറ്റപ്പറവാറുള്ളൂ, വേറെ ഒരു മാർക്കില്ല. അത് അപ്പനെയോ അമ്മയോ ആരെങ്കിലും വരണം, ആ കുടുംബമാണെങ്കിൽ രാവിലെയും വരണം വൈകിട്ടും വരണം, അതുപോലെ കഷ്ടപ്പെടുക. പുഴക്ക് കുറുകെ ഈറ്റ കൊണ്ട് നിർമ്മിച്ച തൂക്കുപാലമാണ് ഇവിടത്തെ ഏക ആശ്രയം.
പാലവും റോഡുമൊക്കെ നിർമ്മിക്കുമെന്നുള്ളത് വാഗ്ദാനങ്ങൾ മാത്രമായപ്പോൾ മഴക്കാലത്തും ജീവൻ പണയം വെച്ചാണ് തൂക്കുപാലത്തിലൂടെയുള്ള യാത്ര. അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 മാങ്കുളം. ദുരന്തമുഖത്ത് നിന്ന് ഒരമ്മയെയും മകനെയും സാഹസികമായി രക്ഷപ്പെടുത്തി ഒരു നാടിന്റെ വീരനായകനാവുകയാണ് മുബാറക്ക്. ഭാരതപ്പുഴയുടെ ആഴങ്ങളിൽ മുങ്ങിത്താണ ഉമ്മയ്ക്കും മകനുമാണ് പാലക്കാട് കൂട്ടക്കടവ് സ്വദേശിയായിട്ടുള്ള പുളിക്കൽ മുബാറക്ക് രക്ഷകനായത്. കുടല്ലൂർ ജാറത്തിന് സമീപം താമസിക്കുന്ന അമ്മയും 7 വയസ്സുള്ള മകനും പുഴ കാണാനെത്തിയപ്പോഴായിരുന്നു അപകടവും മുബാറക്കിന്റെ അവസരോചിതമായ ഇടപെടലും. കൂട്ടക്കടവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന റെഗുലേറ്ററിന് താഴെ കളിക്കുന്നതിനിടെ കുട്ടി കാൽ വഴുതി പുഴയിൽ വീഴുകയായിരുന്നു. രക്ഷിക്കാൻ ശ്രമിച്ച അമ്മയും നീന്തൽ വശമില്ലാത്തതിനാൽ മുങ്ങിത്താഴ്ന്നു. കുടുംബസമേതം പുഴ കാണാനെത്തിയ മുബാറക് ഇത് കണ്ട് പുഴയിലേക്ക് എടുത്തു ചാടി. ആദ്യം കുട്ടിയെയും പിന്നെ അമ്മയെയും സാഹസികമായി കരക്കെത്തിച്ചു. ഞങ്ങൾ സാധാരണ ഞായറാഴ്ചകളിലൊക്കെ സാധാരണ വൈകുന്നേരങ്ങളിൽ പുഴയിലേക്ക് വരാറുള്ളതാണ്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ പെരുന്നാളല്ല, അപ്പം കുറേ ഫാമിലികളൊക്കെ ഇവിടെ ഒരുപാട് ഫാമിലികളുണ്ട്. ഞങ്ങൾ ഇതേമാതിരി അങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അതിലൊരു കുറച്ച് ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് അവിടെ കളിക്കുന്നുണ്ടായില്ല. ഒരു കുട്ടി പെട്ടെന്ന് വന്നിട്ട് വെള്ളത്തിൽ ചാടുന്നതായി ഞാൻ കണ്ട്. ചാടിയപ്പോൾ കുട്ടി ആദ്യം കരക്കെന്ന് കുറച്ച് നേരം കളിച്ചു. പിന്നെ കുട്ടി പതുക്കെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്നതായിട്ടാണ് കണ്ടത്. പിന്നെ കുട്ടി ഒഴുക്കിപ്പെട്ടു. അപ്പോൾ കുട്ടി ഒഴുകി പോകുമ്പോൾ ഉമ്മ കുത്തി ചാടി. ഉമ്മ ചാടിയപ്പോൾ ഉമ്മാക്കും നിലം കിട്ടുന്നില്ല. ഉമ്മ ഇവിടുന്ന് മുങ്ങിപ്പൊന്തുന്നതായി കണ്ടു. അപ്പോൾ ഞാൻ വേഗം പോയി അവരെ രണ്ടുപേരും രക്ഷിക്കുന്നുണ്ടായിരുന്നു. വലിയൊരു ദുരന്തമുഖത്ത് നിന്നും ഇരുവരെയും ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച മുബാറക് ഇപ്പോൾ ഒരു നാടിന്റെ വീരനായകനാണ്. ന്യൂസ് 18 പാലക്കാട്. എന്തായാലും മുബാറക്കിൻ്റെ ധൈര്യം അത് ഒരു നാടിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. എന്നാലും മുബാറക്കിന് എല്ലാവിധ ആശംസകളും. ഇനി മറ്റൊരു കാര്യം, ഈ തമിഴ് സിനിമ സൂപ്പർ സ്റ്റാർ ഇളയ ദളപതി വിജയ്ക്ക് ഇന്ന് പിറന്നാളാണ്. പിറന്നാൾ ദിനത്തിൽ ആശംസകൾ ഒരുപാട് പേർ നൽകുന്നു. വിജയുടെ ആരാധകരുടെ വലിയ വൃന്ദം കേരളത്തിലുണ്ടെന്ന് അറിയുകയും ചെയ്യാലോ. അപ്പോൾ ഭവ്യ പാർവതി അതിൻ്റെ വിവരങ്ങൾ നൽകും. ഭവ്യ, വിജയ് ഫാനാണോ? എങ്ങനെയാണ് ഒരു വിജയ് ഫാൻസ് അസോസിയേഷനൊക്കെ വലിയ പിറന്നാൾ ആഘോഷമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് എൽദോ. ആരാധകരെ സംബന്ധിച്ച് ഇന്ന് ഏറെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം നമ്മുടെ ഇളയ ദളപതി എന്ന് വിശേഷിപ്പിക്കുന്ന സൂപ്പർ സ്റ്റാർ വിജയുടെ 50ാം പിറന്നാളാണിന്ന്. സാധാരണയായി എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ പിറന്നാൾ എന്ന് പറയുന്നത് ആരാധകരെ സംബന്ധിച്ച് വലിയ ആഘോഷങ്ങളുടെ ഒരു ദിവസമാണ്. അതിന് കേരളമെന്നോ തമിഴ്നാടോ എന്നില്ല. കേരളത്തിലും തമിഴ്നാട്ടിലും ഏകദേശം ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു വലിയ ആഘോഷം തന്നെയായിരുന്നു ഇളയ ദളപതിയുടെ പിറന്നാൾ. പക്ഷേ ഈ തവണ അതിന് മാറ്റം വന്നിരിക്കുകയാണ്. പ്രധാനമായും ഈ നാടിനെ തന്നെ നടുക്കിയ കള്ളക്കുറിച്ചി, തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി വിഷമധ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇളയ ദളപതി തന്നെയാണ്, വിജയ് തന്നെയാണ് തന്റെ പിറന്നാൾ ആഘോഷം ഒഴിവാക്കണമെന്ന് ആരാധകരോട് കഴിഞ്ഞ ദിവസം അപേക്ഷയുമായി വന്നത്. ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തന്റെ പിറന്നാൾ ആഘോഷം മാറ്റിവെച്ച് കള്ളക്കുറിച്ചി ദുരന്തത്തിൽപ്പെട്ട സാധാരണക്കാരെ ചേർത്ത് പിടിക്കണമെന്നൊരു ആഹ്വാനമായിരുന്നു ഇളയ ദളപതി കഴിഞ്ഞ ദിവസം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയ ആഘോഷങ്ങളില്ലാതെയാണ് ഇത്തവണ ദളപതിയുടെ പിറന്നാൾ മുന്നോട്ട് പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് നമുക്കറിയാം, സാധാരണയായി വിജയ് ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം മുന്നിട്ട് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിറന്നാളും സാധാരണ ആരാധകർ അത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി ആഘോഷിക്കാറുണ്ട്. ഇത്തവണയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നതല്ലാതെ വലിയ ആഘോഷങ്ങളും ആർഭാടങ്ങളും ഇല്ലാതെയാവണം തന്റെ പിറന്നാൾ എന്നൊരു വലിയ ആഹ്വാനമാണ് അദ്ദേഹം നടത്തിയത്. ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കള്ളക്കുറിച്ചി ദുരന്തം നടന്ന ഇടങ്ങളിൽ ആശുപത്രികളിൽ ഇപ്പോഴും ചികിത്സയിലുള്ള ആളുകൾക്ക് അരികിലേക്ക് നേരിട്ടെത്തി അദ്ദേഹം വിജയ് ചികിത്സയിലുള്ളവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ കുടുംബത്തിനെ ചേർത്ത് പിടിക്കുകയും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എന്തായാലും ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിനെ ഒന്നാകെ വിറപ്പിച്ച ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്റെ പിറന്നാളിനല്ല പ്രാധാന്യം, അവിടെ ചികിത്സയിലുള്ള ആളുകളെ, മരണപ്പെട്ടവരുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് വിജയ് തന്റെ പിറന്നാൾ ആഘോഷം ഇത്തവണ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ ഒരു തീരുമാനം വിജയുടെ ഫാൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് അറിയിക്കുകയും ചെയ്തത്. ഇത്തവണ പിറന്നാൾ ആഘോഷമില്ല എന്ന്. എന്തായാലും
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കേരളത്തിൽ ഇങ്ങ് പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിലടക്കം ഒരു പ്രധാന ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് ബസ് സർവീസുകളിൽ ഒരു ബസ് സർവീസ് ഫ്രീ ആയിട്ട് യാത്രാ സൗജന്യം ഉണ്ട് ഇന്നത്തെ ദിവസം. അത്തരത്തിലുള്ള പല ആഘോഷങ്ങളും നടക്കാറുണ്ടെങ്കിലും ഇത്തവണ ആഘോഷങ്ങൾ ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ഇടുക്കിയിൽ ഒരു ബസ് സർവീസ് സൗജന്യ യാത്ര ഏർപ്പെടുത്തി എന്നുള്ളൊരു വിവരം കൂടി ഉണ്ട്. എന്തായാലും വലിയ ആഘോഷങ്ങളില്ലാതെയാണ് ഇത്തവണ ഇളയ ദളപതിയുടെ പിറന്നാൾ ആഘോഷിക്കുന്നതെന്നാണ് പറയാനുള്ളത്. എൽദോ. ഓക്കെ, എന്താണെങ്കിലും വിജയ് ഇളയ ദളപതിയുടെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ ഇളയ ദളപതി. ഒരുപാട് ആരാധകരുള്ളതാണ്. പക്ഷേ ഈ മദ്യദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കള്ളക്കുറിച്ചിയിൽ കഴിഞ്ഞ ദിവസം മദ്യദുരന്തത്തിൽ പെട്ടവരുടെ ചികിത്സയിലുള്ളവരെ നേരിട്ട് ആശുപത്രിയിലെത്തി അദ്ദേഹം അവരെ കണ്ടിരുന്നു. അതിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തവണ ഇവരെ ചേർത്ത് പിടിക്കുന്ന വിജയ് പിറന്നാൾ ആഘോഷങ്ങളൊന്നും വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. ആ ഒരു സാഹചര്യത്തിൽ ആരാധകരോടും തൻ്റെ പിറന്നാൾ ആഘോഷമാക്കരുത് എന്നുള്ള അഭ്യർത്ഥനയും വിജയ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വീട്ടുമുറ്റത്ത് സ്വന്തമായി വിമാന മാതൃക നിർമ്മിച്ച് ശ്രദ്ധേയനായിരിക്കുകയാണ് പത്തനംതിട്ടയിലെ കോന്നി കൂടൽ സ്വദേശിയായിട്ടുള്ള ബൈജു. 65,000 രൂപ ചെലവിട്ടാണ് ഒരു വിമാനം നിർമ്മിച്ചെടുത്തത്. നിരവധി പേരാണ് ഈ മാതൃക കാണാൻ വേണ്ടി അവിടെ എത്തുന്നത്. സ്വദേശി ബൈജുമോന്റെ വീട്ടുമുറ്റത്തെ വിമാനം കണ്ടാൽ ആരും ഒന്ന് ഞെട്ടും. യഥാർത്ഥ വിമാനം വീട്ടുമുറ്റത്ത് ലാൻഡ് ചെയ്തതുപോലെയാണ് നിർമ്മാണം. ഇരുമ്പ് പൈപ്പുകളും സ്റ്റീൽ ഷീറ്റുകളും ചേർത്ത് വെച്ച് നിർമ്മിച്ചിട്ടുള്ള വിമാനത്തിന് 65,000 രൂപയാണ് ചെലവായത്. ഇതിനു പുറമെ വിമാനം വീട്ടുമുറ്റത്ത് സ്ഥാപിക്കുന്നതിനായി കുറച്ചു തുക കൂടി മുടക്കേണ്ടി വന്നു. വിമാനം നിർമ്മിച്ചതിന്റെ പിന്നിൽ സങ്കടകരമായ ഒരു കഥ കൂടിയുണ്ട്. ഞങ്ങൾ യൂട്യൂബറെ കാണാൻ പോയി. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു ഓടേണ്ടി വന്നു, ആ യൂട്യൂബറെ കാണാൻ കഴിയാതെ. അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് പറഞ്ഞത് ഇതുപോലെ യൂട്യൂബറെ കാണാൻ കഴിയത്തില്ല, ബിസിയാണ്, ലൈവിലാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചു വരാൻ മനസ്സില്ല. വീണ്ടും അവരുടെ വീട്ടിലേക്ക് ചെല്ലണം, ഒന്നുകൂടെ പോയി നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയുണ്ടായി. ആ നിർബന്ധം ഒരു കരച്ചിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഇനി മുതൽ നിങ്ങളുടെ യൂട്യൂബർ ഞാനാണ്. അങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് വരാനുള്ള കാരണം. ഇതിന് 65,000 രൂപയുടെ മെറ്റീരിയൽ മാത്രമായി. ഇത് വളച്ച് എടുക്കുകയൊക്കെ വേണമല്ലോ. അതിനുവേണ്ടി ദൂരെ സ്ഥലത്ത് കൊണ്ടുപോയി വളച്ച് കൊണ്ടുവരികയും അതേപോലെ ഇതിന് ഫ്രെയിം നല്ലപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ എടുക്കാനൊന്നും പറ്റത്തില്ല. 2-3 പ്രാവശ്യത്തെ ഷിഫ്റ്റിംഗ് തന്നെയായത്. ആ സമയങ്ങളിലൊന്നും ഒരു കേടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഫ്രെയിം എല്ലാം ഉണ്ടാക്കിയത്. പുല്ലൂർ മൂവാറ്റുപുഴ റോഡ് സൈഡിലായിരുന്നു, ആ ഹൈവേയിൽ തന്നെ ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം പല ചാനലുകാരും പറഞ്ഞു ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം വീടിന്റെ അവിടെ, എന്നാലേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതിനുവേണ്ടി മാത്രം നമ്മൾ കൊണ്ടുവന്നതാണ്. ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. കുട്ടികളുടെ സ്കൂളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്, സെൽഫി എടുക്കുന്ന, റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെല്ലാം ഇറങ്ങി സെൽഫി എടുക്കുന്നു. അങ്ങനെ ഒരുപാട് പേര്, എന്നെ ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇപ്പം വിളിക്കാറുണ്ട്. കാരണം ഇങ്ങനെ ഒന്ന് മധുരപ്രതികാരം എന്ന് പറയുന്ന രീതിയിൽ ചെയ്തിട്ടില്ല എന്നൊക്കെ അവർ ഒരുപാട് പറയുന്നുണ്ട് കാര്യങ്ങൾ. മക്കളായ ഗോഡ്സനും ഗോഡ്ലിയും ഭാര്യ സുമിയും ബൈജുവിന്റെ അധ്വാനത്തിന് സഹായമായി നിന്നു. 30 അടി നീളത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വിമാനം കാണാൻ ഇപ്പോൾ ബൈജുവിന്റെ വീട്ടിൽ തിരക്കാണ്. ന്യൂസ് 18 പത്തനംതിട്ട. എന്തായാലും ബൈജു വീട്ടിലൊരു വിമാനമൊക്കെ നിർമ്മിച്ച് ശ്രദ്ധേയനായിരിക്കുകയാണ്. ഞാൻ ആദ്യം നമ്മളൊരു വാർത്ത നൽകിയത് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ അധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മാർ തെയോഫിലിസിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ഇന്ന് നടക്കുമെന്നുള്ളത്. ആ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു. സഭാസ്ഥാനത്തെ സെന്റ് തോമസ് കത്തീഡ്രലിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. വിശുദ്ധ കുർബാന നടക്കുന്നു. ആ കുർബാന മധ്യയാണ്
സ്ഥാനാരോഹണം. സഭയിലെ മുതിർന്ന എപ്പിസ്കോപ്പയും ഡൽഹി ഭദ്രാസനാധിപനുമായിട്ടുള്ള ജോൺ മോർ ഐറേനിയസ് ആണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. One to 4 and 6 to 11. I am reading in Khogbrok language. Kuthar boror baisijak tin pula najak manike ek Peter Rem 5 betang ke 1 to 4 tai shoinismi 11. Ang Khogbrok bai korenai. Ang norongni bisingni mothani okrarongni no sajao ang sakangbo okrano pia a sungsasa phunoknai pru angbo tongnai ang norokno sajao kaitor norokni yagoromani a motha gutno Muragdi Naitai Hinai Tanaidi Tamaki Kaitor Musungtui Aino Naidi ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ അധ്യക്ഷനായ ഡോക്ടർ സാമുവൽ മാർ തെയോഫിലിസിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ അത് പുരോഗമിക്കുകയാണ്. അവിടെ തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് സെന്റ് തോമസ് കത്തീഡ്രലിലാണ് ഇപ്പോൾ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. സഭയിലെ മുതിർന്ന എപ്പിസ്കോപ്പയും ഡൽഹി ഭദ്രാസനാധിപനുമായിട്ടുള്ള ജോൺ മാർ ഐറേനിയസ് ആണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. എന്നാലും അവിടുന്ന് തത്സമയ ദൃശ്യങ്ങൾ നടക്കുന്നു. ശശി നാരായണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും നമ്മോടൊപ്പം. ശശി, സ്ഥാനാരോഹണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് പേർ ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ വിശ്വാസികളായിട്ടുള്ള സമൂഹം എത്തിയിട്ടുണ്ടോ അവിടെ സഭാസ്ഥാനത്തേക്ക്? ഇന്നത്തെ സ്ഥാനാരോഹണ ചടങ്ങുകൾ 8 മണിക്ക് തന്നെ ഈ വിശുദ്ധ കുർബാന ആരംഭിച്ചിട്ടുണ്ട്. ഈ വിശുദ്ധ കുർബാനയ്ക്ക് മധ്യയാണ് ഈ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ അധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മാർ തെയോഫിലസിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുക. 8 മണി മുതൽ 10 മണി വരെയാണ് ഈ വിശുദ്ധ കുർബാന നടക്കുന്നത്. ഇതിനിടയിലാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുക. എന്തായാലും രാവിലെ സഭാ ആസ്ഥാനത്ത് സെന്റ് തോമസ് കത്തീഡ്രലിൽ വിശുദ്ധ കുർബാന കത്തീഡ്രലിൽ നടക്കുന്ന വിശുദ്ധ കുർബാന പറ്റിയാണ് ചടങ്ങ് നടക്കുന്നത്. എന്തായാലും സഭയുടെ മുതിർന്ന എപ്പിസ്കോപ്പയും ഡൽഹി അതിഭദ്രാസനാധിപനുമായ ജോൺ മോർ ഐറേനിയസ് ആണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. മറ്റ് എപ്പിസ്കോപ്പുമാർ സഹകാർമ്മികത്വം വഹിക്കുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം ഒരു അനുമോദന സമ്മേളനം കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. മോർ അത്തനാസിയസ് യോഹാൻ കൺവെൻഷൻ സെന്ററിലാണ് അനുമോദന സമ്മേളനം നടക്കുന്നത്. ആ അനുമോദന സമ്മേളനത്തിൽ മാർത്തോമാ സഭ അധ്യക്ഷൻ തിയോഡീസ് ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. മന്ത്രി സജി ചെറിയാന്, മാത്യു തോമസ് MLA, രമേശ് ചെന്നിത്തല തുടങ്ങി രാഷ്ട്രീയ സംസ്കാര രംഗത്തെ ആളുകളും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കും. ഏതായാലും വലിയ രീതിയിൽ സഭയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള മെത്രോപൊലിത്തന്മാർ, സഹോദര സംഘടനയുടെ തിരുമേനിമാർ, സഭാ വിശ്വാസികൾ, അങ്ങനെ നാനാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ഇപ്പോൾ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും അല്പസമയം മുമ്പാണ് 8 മണിയോടുകൂടിയാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങ് ആരംഭിച്ചത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അന്തരിച്ച ഈ പ്രധാനപ്പെട്ട സഭയുടെ യോഹാൻ മെത്രാപ്പോലീത്തയുടെ പിൻഗാമി എന്ന നിലയ്ക്ക് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പിൻഗാമി എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങുള്ള സിനഡിലും ഐക്യകണ്ഠനാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. തുടങ്ങി വെച്ച പദ്ധതികൾ, പരിപാടികൾ, സഭയുടെ മുന്നോട്ട് നയിക്കാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പ്രാപ്തരായ ഒരു വ്യക്തിത്വനാണ് സിനഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി 18-ാം തീയതി കൂടിയ സിനഡിൽ തീരുമാനിച്ചിട്ടുള്ള സത്യത്തിൽ അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇപ്പോൾ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നത്. ഏതായാലും ഒരു 10 മണിയോടുകൂടി ഈ ചടങ്ങുകൾ പൂർത്തിയാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ചടങ്ങ് ആരംഭിച്ചിട്ടുണ്ട്, സ്ഥാനാരോഹണ ചടങ്ങ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തോ ബിലീവേഴ്സ്
ഈസ്റ്റേൺ ചർച്ചിൻ്റെ പരമാധ്യക്ഷനായി സാമുവൽ മാർ തെയോഫിലീസ് ചുമതലയേൽക്കുകയാണ്, സ്ഥാനാരോഹണം നടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിഷപ്പ് മാർ യോഹന്നാൻ്റെ വേർപാടിന് ശേഷം പുതിയ പരമാധ്യക്ഷനെ കണ്ടെത്തുകയാണ് ബിലീവേഴ്സ് ചർച്ച്. Jesus Christ, born of Virgin Mary, baptized by John, supplicants before you on our behalf, Lord, have mercy on us. We magnify you, O Lord Jesus. You are the King, the only begotten Son, Word of the Father, immortal in nature, without change. Incarnate of the glorious pure Virgin Mary, Mother of God, you became man for the salvation of mankind. Crucified for our sins, buried and rose again. Thus you broke the bonds of death, stumbling hell and Satan under your feet. You, Lord Jesus, are one in the Holy Trinity, worship and glorify, equally with your Father and the Holy Spirit. Have mercy on us. Holy are you, O God. Holy are you, Almighty. Holy are you, immortal. Crucified for us. Have mercy on us. Holy are you, O God. Holy are you, Almighty. Holy are you, immortal. Crucified for us. Have mercy on us. Holy are you, O God. Holy are you, Almighty. Holy are you, immortal. Crucified for us. Have mercy on us. Kyrie eleison, Kyrie eleison, Kyrie eleison. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായി
1 to 4 and ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ അധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മാർ തിയോഫിലസിന്റെ സ്ഥാനമേറ്റെടുക്കൽ ശുശ്രൂഷകൾ അത് പുരോഗമിക്കുകയാണ്. സഭാ ആസ്ഥാനത്തെ അവിടെ സെന്റ് തോമസ് കത്തീഡ്രലിലാണ് ഇപ്പോൾ വിശുദ്ധ കുർബാനയും ഒപ്പം സ്ഥാനാർഹണ ചടങ്ങുകളും പുരോഗമിക്കുന്നത്. സഭയിലെ മുഴുവൻ ബിഷപ്പുമാരും പുരോഹിതരുമൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്. മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഡൽഹി ഭദ്രാസനാധിപനായിട്ടുള്ള ജോൺ മോർ ഐറേനിയസ് ആണ്. എന്താണെങ്കിലും അല്പസമയത്തിന് തന്നെ സ്ഥാനാരോഹണ ചടങ്ങുകൾ പൂർത്തിയാവുകയും ചെയ്യും. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാ കാണുന്നു വെളിവിയടിയഖില ധാരമതാ വെളിവും നീ കാന്ത്യാജങ്ങളെ നീ താതൻ കതിരേ ശോഭിപ്പിക്കുന്നും വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷൻ ആയി സാമുവൽ മാർ തിയോഫിലോസിനെ സ്ഥാനാരോഹണ ചടങ്ങാണ് പുരോഗമിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇനി ആഴ്ചയിൽ ഒരു ഏകീകൃത കുർബാന എന്ന സിനഡ് നിർദ്ദേശവും തള്ളി അൽമായ മുന്നേറ്റ സമിതി. ഇളവുകളോടെ ഏകീകൃത കുർബാന എന്ന നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അൽമായ മുന്നേറ്റ സമിതിയുടെ നിലപാട്. കഴിഞ്ഞ ദിവസം ചേർന്ന സിനഡിലാണ് പ്രശ്നപരിഹാരത്തിനുള്ള പുതിയ ഫോർമുല മുന്നോട്ട് വെച്ചത്. ചർച്ചകളിൽ സമവായത്തിന് വേണ്ടി നടത്തിയ വൈദികരുടെയും മെത്രാന്മാരുടെയും നിലപാടുകളെ മുഴുവൻ തള്ളിക്കൊണ്ട് സിനഡിൻ്റെ ചില അജണ്ടകൾ വളഞ്ഞ വഴിയിലൂടെ എറണാകുളത്ത് നടപ്പാക്കാനുള്ള നീക്കം മാത്രമാണ് ഈ സർക്കുലറിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസ സമൂഹത്തിന് സാധിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആഴ്ചയിലൊരിക്കൽ സ്പെഷ്യൽ കുർബാനയായി സിനഡ് കുർബാന നടത്താമെന്ന് വൈദികർ ഒരു നിർദ്ദേശം വയ്ക്കുമ്പോൾ അവർ ആദ്യമേ തന്നെ ഒരു കാര്യം മുന്നോട്ട് വച്ചിരുന്നു. ജനാഭിമുഖ കുർബാന നിയമവിരുദ്ധമാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ച സർക്കുലർ നിലനിൽക്കുന്നതുകൊണ്ട് ജനാഭിമുഖ കുർബാന ലിസിറ്റാണെന്ന് പ്രഖ്യാപിക്കുകയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക കുർബാന ക്രമം ജനാഭിമുഖ കുർബാനയാണ് എന്ന് അനൗൺസ് ചെയ്യും വേണമെന്ന് പറഞ്ഞിരുന്നു. അത് പരിഗണിക്കാമെന്ന് ചർച്ചകളിൽ മുഴുവൻ നിലപാടെടുത്ത സഭാ സിനഡിൻ്റെ പ്രതിനിധികളും മെത്രാന്മാരും അത് മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു സർക്കുലർ, ഈ സർക്കുലർ മുഴുവൻ വൈരുദ്ധ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ചേരുന്നുണ്ട് ഡാനി. നേരത്തെ ഡാനി സൂചിപ്പിച്ചിരുന്നു ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരവും നൽകിയിട്ടില്ല എങ്കിൽ പോലും അൽമായ മുന്നേറ്റ സമിതി അതിനെ തള്ളാനാണ് സാധ്യത എന്ന്. ഈ ഒരു തരത്തിലും ഇത്തരത്തിൽ ഇളവിനെ അംഗീകരിക്കേണ്ട എന്നുള്ള കൂട്ടായ തീരുമാനമാണോ അൽമായ മുന്നേറ്റ സമിതിയുടേത്? അങ്ങനെ തന്നെയാണ് എൽദോ. കാരണം ഇങ്ങനെ ഇളവുകൾ, താൽക്കാലികമായ ഒരു ഇളവുകൾ നൽകുക എന്ന് പറയുമ്പോൾ പോലും അവർ അതിനെ കാണുന്നത് ഇത് സിനഡ് ചില കാര്യങ്ങൾ, അജണ്ടകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലാണ് കാണുന്നത്. പ്രത്യേകിച്ച് അതിൽ ഇപ്പോൾ പുതിയ വന്നിരിക്കുന്ന സിനഡിൻ്റെ സർക്കുലറിൽ പറയുന്നുണ്ട്, നേരത്തെ വന്ന സർക്കുലർ അതിന് സാധുതയുണ്ട്, അത് ഒഴിവാക്കിയിട്ടില്ല. ആ സർക്കുലറിൽ പറയുന്ന നിർദ്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ജൂലൈ 3 മുതൽ തന്നെ ഏകീകൃത കുർബാന നടപ്പാക്കണം, അല്ലാത്ത പക്ഷം വൈദികർക്കെതിരെ അടക്കം നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ ഒരു കാര്യമാണ്
ഇപ്പോൾ ഇവർ ഈ പുതിയ സർക്കുലർ തള്ളാനുള്ളൊരു കാര്യമായിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. ആ സർക്കുലർ തള്ളിയാൽ മാത്രമേ അവർക്ക് ഇപ്പോൾ ഈ നടപടികളുമായിട്ട് സഹകരിക്കാൻ ഇവർക്ക് കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ഈ പുരോഹിതരെ അടക്കം പുറത്താക്കാനുള്ള ഒരു തീരുമാനം ആദ്യ സർക്കുലറിലുണ്ട്. ആ സർക്കുലർ സാധുവാണ് എന്ന് പുതിയ സർക്കുലറും അറിയിക്കുമ്പോൾ ഏകീകൃത കുർബാന അർപ്പിച്ചില്ല എങ്കിൽ അതിനെതിരെയുള്ളൊരു നടപടികളുമായി ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അവർ സഭയ്ക്ക് പുറത്തു പോകുമെന്ന പഴയ സർക്കുലർ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ പുതിയ കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ എന്നാണ് സിനഡിൻ്റെ നിർദ്ദേശം. അതുകൊണ്ട് സിനഡ് ഇത് അവരുടെ ആശയങ്ങൾ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു. സിനഡ് ഈ അടിച്ചേൽപ്പിക്കൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ നിൽക്കുന്നത്. തുറന്ന മനസ്സോടുകൂടി ചർച്ചകൾക്ക് വന്നവരാണ് വൈദികരും വിശ്വാസികളുമെല്ലാം. പക്ഷേ അവരെ ഈ രീതിയിലേക്ക് അപഹസിക്കുന്ന രീതിയിലാണ് പുതിയ സർക്കുലർ വന്നിരിക്കുന്നത്. പുതിയ സർക്കുലറിൽ യാതൊരു നിർദ്ദേശവുമില്ല. നേരത്തെയും തങ്ങൾ ഏകീകൃത കുർബാന എന്ന കാര്യത്തിൽ ചില കാര്യങ്ങൾക്ക് തങ്ങളും തയ്യാറായിരുന്നു. പക്ഷേ ഈ വൈദികർക്കടക്കമുള്ള ഒരു നടപടികൾ, അവർക്കെതിരെയുള്ള നടപടികൾക്ക് ഒരു സാധുത പഴയ സർക്കുലറിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് തങ്ങൾക്കെതിരെയുള്ള ഒരു ആളാണെന്ന് ഇവർ തിരിച്ചറിയുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയും ഈ സർക്കുലർ ഇപ്പോൾ വന്നിരിക്കുന്ന സർക്കുലർ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലിയിൽ പൂർണ്ണമായും നടപ്പാക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഭാഗികമായി നടപ്പാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ യാതൊരു ഉറപ്പുമില്ലാത്തൊരവസ്ഥ തന്നെയാണ്. പൂർണ്ണമായും അവർ എതിര് നിൽക്കുന്നു എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇനി വൈദികരടക്കം ഇക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കാനുണ്ട്. സാധാരണഗതിയിൽ വൈദികരുടെ ശബ്ദത്തിൻ്റെ മറ്റൊരു വേർഷനാണ് ഇവർ ഈ ആത്മായ മുന്നേറ്റം എന്നെല്ലാം തന്നെ പറയുന്നത്. വൈദികർ ബഹുഭൂരിപക്ഷവും ഇതിനൊപ്പം തന്നെ ചേർന്ന് നിൽക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഇത് വളരെ രൂക്ഷമായി ഈ സ്ഥിതിഗതികൾ സങ്കീർണമാക്കിക്കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കടന്നു പോവുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി എന്താണ് ഇത് സംബന്ധിച്ച് വരാനിരിക്കുന്ന നടപടി എന്ന് മാത്രം ആലോചിച്ചാൽ മതി. കാരണം സഭ ഏകീകൃതമായിക്കൊണ്ട് ഈ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപടിയെടുക്കാതെ മറ്റു വഴികളില്ല എന്ന രീതിയിലേക്ക് വരും. ആ രീതിയിലേക്ക് ഔദ്യോഗിക പക്ഷം പോവുകയാണെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. നേരത്തെ സൂചന നൽകിയതുപോലെ ഒരു പിളർപ്പ് എന്ന രീതിയിലടക്കം പല രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിൽ എത്രമാത്രം ഇനി സാധ്യതയുണ്ട്, ആ പറഞ്ഞു പോക്ക് അത് ശരിയാണോ എന്നെല്ലാം തന്നെ വരുന്ന സമയം അത് തെളിയിക്കും. ജൂലൈ 3 എന്നത് ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസമായി മാറുകയാണ്. ഒപ്പം ഔദ്യോഗിക പക്ഷത്തെ തീരുമാനങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക പക്ഷത്തെ അംഗീകരിക്കുന്ന വിശ്വാസി സമൂഹം രംഗത്ത് വന്നിരുന്നു. വിമത വിഭാഗത്തെ അനുകൂലിച്ചു എന്ന പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ബിഷപ്പുമാരെ അവർക്കെതിരായ ഒരു സമരപരിപാടി അടക്കം ഉണ്ടായിരുന്നു. അങ്ങനെ സഭാവിശ്വാസികൾ 2 തട്ടിലേക്ക് മാറി നിന്നുകൊണ്ട് 2 തലത്തിലേക്ക് പരസ്യമായി ചേരിതിരിഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി അവർ നിലകൊള്ളുകയാണ്. ഇനി അത് കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ട് കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ട് കടന്നു പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. റൈറ്റ്. ഒരു കാര്യം കൂടി, ഡാനി, ഇന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് സന്ദർശിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഈ വലിയ ദുരിതമാണ്. അപ്പോൾ ഡാനിയുടെ തന്നെ റിപ്പോർട്ട് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തിരുന്നു. എറണാകുളം KSRTC സ്റ്റാൻഡിൽ മഴയത്തെത്തിയ ആർക്കും അവിടുത്തെ ഒരു സാഹചര്യം മറക്കാൻ കഴിയില്ല. എന്തൊക്കെയാണ് ചുറ്റിലും ഒഴുകിടക്കുന്നതെന്ന് പറയുക തന്നെ പ്രയാസകരമാണ്. അപ്പോൾ വലിയ അതിദാരുണമായിട്ടുള്ള ശോചനീയമായിട്ടുള്ള സാഹചര്യമാണ് അവിടുത്തേത്. അപ്പോൾ ഇതിലൊരു ശാശ്വത പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട് എറണാകുളത്തുകാർ? എൽദോ, എറണാകുളം ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് എൽദോ സൂചിപ്പിച്ചു, അവിടെ വന്നു പോയവർക്ക് അതൊരു അനുഭവമാണ്. അവരൊരു കാലത്തും മഴക്കാലത്ത് വന്നു പോയാൽ അവർ ഒരു കാലത്തും അത് മറക്കില്ല. അവിടേക്ക് ചില നമ്മൾ വിശേഷിപ്പിക്കുന്നത് പോലെ ചില പാട്ടുകളിലൊക്കെ അവിടേക്ക് ചെന്നാൽ അവിടെ പെട്ടതാണ്, അവിടെ നിന്ന് പുറത്തേക്ക് പോരാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണത്. അതാകെ പൊളിച്ചു പണിയുക എന്നത് തന്നെയാണ് അതിൽ ഒരു പോംവഴി എന്ന് പറയുന്നത്. ഒരു കൊച്ചി മെട്രോ നഗരം തൊട്ടപ്പുറത്ത് മെട്രോ പോകുന്നതെല്ലാം നമുക്ക് കാണുമെങ്കിലും ഇത് അങ്ങനെ ഒരു ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. അത് ആകെ നശിഞ്ഞു കിടക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നു. ഒരാൾക്ക് അവിടെ ഇരിക്കാൻ പോലും കഴിയാത്ത, ബസ് കാത്ത് ഇരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കാണ് വരുന്നത്. വെള്ളം മഴ മാറിയാൽ പോലും അതിനകത്ത് വെള്ളക്കെട്ട് വളരെ രൂക്ഷമാണ്. അതും വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇതിനെന്ത് പരിഹാരമെന്ന് കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്നതാണ്. പലരും പല പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിച്ചു. സർക്കാർ തന്നെ ചില പദ്ധതികളുമായി അടുത്തിടെ മുന്നോട്ട് വരികയും ചെയ്തു. പക്ഷേ
എവിടെയും എങ്ങും എത്തുന്നില്ല എന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ സന്ദർശനമുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു മേൽനോട്ട ചുമതല വഹിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ പരിചയമുള്ള വിദഗ്ധ അംഗങ്ങളുണ്ട്, അവരുമായിട്ട് ഈ സ്ഥലം സന്ദർശിക്കുമെന്നാണ് പറയുന്നത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യ അജണ്ട എന്ന് പറയുന്നത് വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നടപടികൾ ആയി മുന്നോട്ട് പോവുക എന്നതാണ്. കാരണം അതിനകത്ത് ഓഫീസുകൾ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ അത് ആ വെള്ളക്കെട്ട് പരിഹരിക്കാൻ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും അവിടെ പ്രാവർത്തികമാക്കുക എന്നതാണ് ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നത്. അതോടൊപ്പം അവിടുത്തെ മറ്റ് അടിസ്ഥാന സൗകര്യ വിഷയങ്ങൾ കൂടി അദ്ദേഹം ഇത് മനസ്സിലാക്കും, നടപടികൾ നിർദ്ദേശിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും ആരെങ്കിലും സന്ദർശിച്ചാലും അവിടെ ഒരു കാര്യമായ രീതിയിലൊരു മാറ്റമുണ്ടാവട്ടെ എന്നാണ് ജനങ്ങൾ പറയുന്നത്. നമ്മളിവിടെ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് സ്റ്റോറി ഷൂട്ടിന് ചെല്ലുമ്പോൾ ആളുകൾ പറയുന്നത് അതാണ്, പ്രതീക്ഷ അവസാനിച്ചു. ഈ കൊച്ചി നഗരത്തിൽ ഡാനിയുടെ സ്റ്റോറിയിലെ വിഷ്വൽ തന്നെയാണ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നത്. അതിൽ എത്ര ശോചനീയമാണ് അവസ്ഥ. ആ വിഷ്വലിൽ കാണുന്ന അഴുക്ക് വെള്ളമാണ് മഴ പെയ്യുമ്പോൾ മുകളിലേക്ക് പൊങ്ങി അവിടെ നമ്മളെല്ലാവരും അതിൽ ചവിട്ടി നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. വലിയ കഷ്ടമാണ് അവിടുത്തെ കാര്യം. എന്താണെങ്കിലും അതാണ് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ ഇന്ന് ഗതാഗത മന്ത്രി എത്തുമ്പോൾ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് എറണാകുളത്തുകാർ. കാരണം ആ സ്റ്റാൻഡിൽ ഒരു പുതുക്കിൽ പണിയൽ അത് അത്യാവശ്യമാണ്, അടിയന്തരമാണ്. ഓക്കെ, എന്നാൽ ഈ കാഴ്ചയോടുകൂടി മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ പൂർത്തിയാക്കുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം